ക്ലാസ്സിൽ ബഹറുകൾ ചർച്ച ചെയ്തിരുന്നു. 16 ബഹറും നമ്മൾ ചർച്ച ചെയ്തതാണ്. അടുത്തത് ഇനി ഒരു തുടക്കമായിട്ട് ഉള്ളത്, അടുത്ത സ്ക്രീൻ കണ്ടോ? അൽ കിതാബത്തിൽ അറൂലിയ എത്തിയല്ലോ. യെസ്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നു അറൂലിന്റെ പ്രത്യേകത എന്താണോ ഉച്ചരിക്കുന്നത് അതിനെയാണ് നമ്മൾ എഴുത്തിൽ കൊണ്ടുവരുന്നത്. അല്ലാതെ എഴുത്ത് ആധാരമാക്കിയല്ല നമ്മൾ അറൂലിൽ ഖത്താ ചെയ്യുന്നതാണെങ്കിലും എന്ത് ചെയ്യുന്നതും ആ ഒരു ഉച്ചാരണത്തെ നോക്കിയിട്ട് മാത്രമാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കുല്ലമ യുൽഫദു യുക്തബ്, എന്തെല്ലാമാണോ ഉച്ചരിക്കുന്നത് അത് എഴുതും. വലൂലം യക്കുൻ മക്തൂബൻ, അത് എഴുത്തിൽ അത് കണ്ടില്ല എങ്കിലും ഉച്ചാരണത്തിൽ അതുണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മളിപ്പോ അറിവ് നമ്മൾ കത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുമല്ലോ, ഒരു കവിത തന്നെ കത്ത് ചെയ്യാനായിട്ട് മാറ്റി എഴുതുന്ന സമയത്ത് ആ ഉച്ചരിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയാണ്. കിതാബത്തുൽ ഹർഫുൽ മുഷദ്ദദ, കിതാബത്തുൽ ഹർഫുൽ മുഷദ്ദദി ഹർഫാൻ മിസ്ല ഹദ്ദ തുസ്ബിഹു ഹദ് ദ. ഏതുപോലെ ഇപ്പൊ ഷദ്ദുള്ള പദങ്ങൾ, ഇപ്പൊ ഹദ്ദ എന്ന് കണ്ടു. അപ്പൊ നമ്മൾ ഒരു കവിതയിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പാട്ടിൽ ഹദ്ദ എന്ന് കണ്ടാൽ, ഷദ്ദുള്ള ദാലിനെ കണ്ടാൽ അല്ലെങ്കിൽ ഷദ്ദുള്ള ഏതെങ്കിലും അക്ഷരത്തെ കണ്ടാൽ അതിനെ ഇരട്ടിപ്പിച്ചെഴുതണം. അപ്പൊ ഹദ്ദ എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം കാണുന്നത് ഹ, പിന്നീട് ദ് പ്ലസ് ദ. അപ്പൊ അങ്ങനെയാണ് ഹദ്ദ എന്നാവുന്നത്, ഹദ്ദ. അപ്പൊ ആദ്യം ഒരു ഹർക്കത്ത്, പിന്നീട് ഒരു സുക്കൂന്, പിന്നീട് ഒരു ഹർക്കത്തായി മാറും, ഹദ്ദ. അതുപോലെ കിതാബത്തുൽ മദ്ദത്തി ഹംസത്തൻ ബഅദഹ അലിഫ് മിസ്ല, ഏതുപോലെ മദ് ഉണ്ടല്ലോ, മദ്ദിന്റെ ഹംസ ആസിർ എന്ന് എഴുതുമ്പോൾ അവിടെ നമ്മൾ പ്രത്യക്ഷത്തില് ഒരു ഹംസയെ കാണുന്നുള്ളൂ എങ്കിലും അതിനെ രണ്ടാക്കി എഴുതണം. ഒന്നാമത്തെ ഹംസയ്ക്ക് ഹറക്കത്തും രണ്ടാമത്തേതിന് സുക്കൂനും. അപ്പൊ ആ എന്ന് രണ്ടാക്കി എഴുതണം. കണ്ടല്ലോ, രണ്ടാക്കി എഴുതണം. അതുപോലെ കിതാബത്തു തൻവീനി നൂനൻ സാക്കിനത്തൻ, തൻവീനുള്ള ഇപ്പൊ ഹബുൻ എന്ന് എഴുതിയിരിക്കണം ഇവിടെ, ഹബുൻ, അത് എന്തായി മാറും? ഹ ബു ഉൻ. അപ്പൊ ഹാഇന് ഹറക്കത്ത്, ബാഇന് ഹറക്കത്ത്, നൂനിന് സുക്കൂൻ, അങ്ങനെയായി മാറും. അപ്പൊ രണ്ട് അക്ഷരമല്ല പരിഗണിച്ചത്, അവിടെ ഉച്ചരിച്ചപ്പോ ഹബുൻ എന്ന് പറഞ്ഞത് കൊണ്ട് ആ ഉച്ചരിക്കപ്പെട്ട നൂനിനെ കൂടി അവിടെ എഴുതി. പിന്നെ കിതാബത്തുൽ അലിഫ് ഫിൽ അസ്മാ ഇല്ലത്തി തൽഫദു ഫീഹ വലാ തുക്തബ് മിസ്ല ഹാദ ഫതുസ്ബിഹു ഹാദ. അപ്പൊ ഇവിടെ നമ്മൾ ഹദ എന്നാണ് എഴുതാറുള്ളത്, പക്ഷെ പറയുമ്പോൾ ഹാദ എന്ന് പറയാം. അപ്പൊ കത്ത് ചെയ്യുന്ന സമയത്ത് ഒരാൾ അറിയാതെ ഹാക്ക് ഹറക്കത്ത് കൊടുത്തു, പിന്നീട് നേരെ എന്ത് ചെയ്യും? ദാലിനാണ് നോക്കുന്നത്, ദാലിനും അറിയാതെ എന്ത് ചെയ്യും? ഹറക്കത്ത് കൊടുക്കും, പിന്നീട് സുക്കൂന് കൊടുക്കും. പക്ഷെ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ഹറക്കത്ത്, ഒരു സുക്കൂന്, ഒരു ഹറക്കത്ത്, ഒരു സുക്കൂനാണ്. അങ്ങനെ വേണം കത്ത് ചെയ്ത് എഴുതാൻ, അല്ലെങ്കിൽ നമുക്കവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ കുല്ലമ ലാ യുൽഫദു ലാ യുക്തബ് വലൗ കാന മക്തൂബൻ മാ യതതല്ലബു മസലൻ ഹദ്ഫു ഹംസത്തുൽ വസ്ൽ. ഇപ്പോ എഴുത്തിൽ കാണുന്നതാണ് ഹംസത്തുൽ വസ്ൽ ഉണ്ട്, വസ്ൽ അഥവാ വായിക്കാത്ത. ഖത്താഇന്റെ ഹംസയുമുണ്ട്, വസ്ലിന്റെ ഹംസയുമുണ്ട്. അപ്പോൾ വസ്ലിന്റെ ഹംസ നമ്മൾ ഉച്ചരിക്കാറില്ല. ഇപ്പോ ചേർത്തെഴുതുമ്പോൾ വരുന്ന അൽ, അപ്പൊ ഇതെല്ലാം വസ്ലിന്റെ ഹംസയിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒന്നും എഴുതാറില്ല. അത് നമ്മൾ ഉദാഹരണത്തിൽ വരുമ്പോൾ നമ്മൾ പറയും. അതുപോലെ വാവ് അമ്ര എന്ന് എഴുതുമ്പോഴുള്ള വാവ് ഉച്ചരിക്കില്ല. വഹദ്ഫു അൽ അലിഫ് വൽ വാവ് വൽ യാ അസ്സാക്കിന മിൻ ആഖിൽ ഹുറൂഫി വൽ അഫ്ആൽ വൽ അസ്മാ. ഇപ്പൊ ചില വെർബിലൊക്കെ വരാറുള്ള, ഇപ്പോ കത്തബൂ എന്നെഴുതി, കത്തബൂ എന്ന് പറയുമ്പോൾ അവിടെ അവസാനം ഒരു അലിഫ് നമ്മൾ ക്രിയയാണെന്ന് കാണിക്കാൻ, ഫിഅലാണെന്ന് കാണിക്കാൻ വേണ്ടി എഴുതാറുണ്ട്. അത് ഇതിൽ നമ്മൾ ഒഴിവാക്കും. എഴുതുമ്പോൾ ആ ഒരു കത്തബൂവിലെ അലിഫിനെ ഒഴിവാക്കും. ഇപ്പൊ ഏതുപോലെയാണ്? ക ത ബു, ക ത ബു, കത്തബൂ. എന്നിട്ട് ഒരു അലിഫ് കൂടി കാണും. നമ്മൾ ഈ ഒരു അലിഫിനെ നമുക്ക് ഒഴിവാക്കാം.
അപ്പൊ ഇതിനെയാണ്. അപ്പൊ ഹർക്കത്ത് 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 സുക്കൂൻ ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ക്ലിയർ അല്ലേ? അടുത്തത് ക്ലിയർ ആണോ? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. കാരണം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഖത്താ ചെയ്ത് പഠിക്കണമല്ലോ, പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പൊ അതിനായിട്ട് PYQ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. PYQs ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ ക്ലാസ്സിലൂടെ കൺക്ലൂഡ് ചെയ്യുന്ന വിധത്തിൽ. അപ്പൊ പഠിച്ചെല്ലാം ഓർത്തെടുക്കാനൊക്കെ ഒരു അവസരമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ അടുത്തത് ബൈത്തുകൾ. ബൈത്ത് നമുക്കറിയാലോ. ബൈത്ത് എന്ന് പറയുമ്പോൾ 2 പാളികൾ മിസ്റാകൾ ചേരുന്നതാണ് ബൈത്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടിന് ഒരു പേര് പറയും, സെക്കൻഡ് പാർട്ടിന് വേറൊരു പേര് പറയും. നമ്മൾ പഠിച്ചതല്ലേ. ഫസ്റ്റ് പാർട്ടിന് എന്താ പറയാ? ബൈത്തിലെ ഫസ്റ്റ് പാർട്ടിന് അതെ, യെസ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അടുത്തത് രണ്ടാമത്തെ പാർട്ടിന് എന്താ പറയാ? അജിസ്. യെസ്, അജിസ്. യെസ്. അതിന് തിരിച്ചു വരാം. അപ്പൊ ഇതില് ബൈത്ത്, അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇങ്ങനെ 2 പാർട്ട് ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ എപ്പോഴും നോക്കിയിരിക്കും. പക്ഷേ ചില കവിതയിൽ, അപ്പൊ നമുക്ക് ഈ എന്താണ് ഓരോ ബൈത്തിന്റെയും ഉദാഹരണം നമുക്ക് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി എന്താണ് പലതരം ബൈത്തുകൾ, പല ബൈത്തുകൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ബൈത്തുകളുടെ പേര് മാറും. അതാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അൽ ബൈത്തു താം. അപ്പൊ താം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തമാം, അഥവാ പൂർണ്ണമായതാണ്. ഏതുപോലെ? മസ്തഫ കുൽ അജ്സ, എല്ലാ പാർട്ടുകളും യോജിച്ച നല്ല പൂർണ്ണതയുള്ള കവിതയാണ്. അതിലെ ഒരു പാർട്ടുകൾക്കും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എന്തൊക്കെയാണ് കോട്ടങ്ങൾ സംഭവിക്കുക എന്ന് നമ്മൾ ഇനി പറയും. അന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയിരുന്നു. ഇല്ലുമാറ്, പിന്നെ അതുപോലെ ഹബിന്. അപ്പൊ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ വന്ന് കവിതയുടെ ചില പാർട്ടുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവം ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഒരുവിധ വ്യത്യാസം ഉണ്ടാകാത്ത, ഒരുവിധ മാറ്റവും ഉണ്ടാകാത്ത കവിതയ്ക്കാണ് അൽ ബൈത്തു താമ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇത് ഓരോന്നും ഇങ്ങനെ പരിശോധിച്ചാൽ അതിൽ ഓരോന്നിലും മുഴുവനായിട്ട് അതിന്റെ പാർട്ടുകളാണ്. ഇപ്പം വ ഇദ എന്ന് പറയുമ്പോൾ വാവിന് ഹർക്കത്ത്, വീണ്ടും ഹർക്കത്ത്, വീണ്ടും ഹർക്കത്ത്. അപ്പൊ 3 ഹർക്കത്ത് വന്നു. പിന്നീട് ഒരു സുക്കൂനാണ് വന്നത്. വീണ്ടും ഹർക്കത്ത്, ഹർക്കത്ത്, സുക്കൂൻ, ഹർക്കത്ത്. അപ്പൊ ഈ ഒരു വിധത്തില് പോകുന്ന, അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോ وَإِذَا صَحَوْتُ فَمَا أُقَصِّرُ عَنْ نَدَى وَكَمَا عَلِمْتِ الشَّمَائِلِ وَتَكَرُّمِي. അപ്പോ ഇതില് പൂർണ്ണമായിട്ട് നോക്കാം. അപ്പൊ ഏതാണ് ഈ ബഹർ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ ഏത് ബഹറാന്ന് മനസ്സിലായത്? കാമിൽ. അതെ. അപ്പോ മുത്തഫാഇലുൻ, മുത്തഫാഇലുൻ, മുത്തഫാഇലുൻ. അപ്പൊ ഇത് എത്ര തവണയാ വരുന്നത്? മുത്തഫാഇലുൻ, 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 മുത്തഫാഇലുൻ. അപ്പൊ ഈ 3 തവണ ഈ മുത്തഫാഇലുൻ എന്നുള്ള ആ ഒരു തഫ്ഈലത്ത് റിപ്പീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ആവുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്? ബഹർ കാമിലിന്റെ താമായ രൂപം എന്ന് പറയുന്നത്. താമാണ്. അതിൽ ഇനി ഒന്നും കുറയില്ല. അപ്പൊ നമ്മൾ കീറി മുറിച്ച് നോക്കിയാൽ ഇത് മുഴുവൻ കീറാൻ നമുക്ക് കത്ത് ചെയ്യാൻ സമയമില്ല. ജസ്റ്റ് പറയാണ് വ ഇദ. അപ്പോ മുത്തഫ. അപ്പൊ വ ഇദ വന്നു. പിന്നെ വ ഇദ എന്ന് പറയുമ്പോൾ മുത്തഫായിലെ ഒരു സുക്കൂനാണ് ഇവിടെ വ ഇദയിൽ കണ്ടത്. വ ഇദ ഹൈലൈറ്റ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ വ ഇദ. പിന്നെ സഹൗത്തു. അപ്പോ മുത്തഫാഇലുൻ ഉണ്ടോ? ഐ ലുൻ. ലൂക്ക് പകരമാണ് ഹ, പിന്നെ ന്. അപ്പൊ നൂന് പകരമാണ് ഈ വ്. അപ്പൊ സഹൗ. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് അളവില് എല്ലാ തഫ്ഈലത്തും ഇതിൽ കാണാൻ പറ്റും. ബൈത്ത് താം. പിന്നെ അടുത്തത് ഞാൻ ബൈത്തുൽ മജ്സു ആണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് പലർക്കും കൺഫ്യൂഷൻ വരുന്ന 2 ബൈത്തുകളാണ്. ഇപ്പൊ ബൈത്ത് താമ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത്?
എല്ലാ പാർട്ടുകളും ഒരേപോലെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ പാർട്ടും യോജിച്ചതാണെന്ന് നമ്മൾ കറക്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ബൈത്തുൽ മുഖഫ എന്നൊരു ബൈത്ത് ഉണ്ട്. ആ ബൈത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കുല്ലു അറൂദിൻ വളർബിൻ തസവയ ബില തഗീർ. എല്ലാ അറൂദും അതുപോലെ ലൊർബും. അറൂദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ആ പാർട്ടും അതുപോലെ ലൊർബും. അപ്പൊ ഈ ലൊർബും അറൂദും മാച്ച് ചെയ്യുമ്പോഴാണ് സത്യത്തില് മുഖഫ എന്ന് പറയുന്നത്. അപ്പൊ പലരും ചിന്തിക്കും ഇത് താം ആണോ എന്ന് ചിന്തിക്കും. ഇത് അങ്ങനെയല്ല. പാട്ടുകാരൻ, ഈ കവിത എഴുതുന്ന ആള് അവർക്ക് പറയാനുള്ള സുഖത്തിന് വേണ്ടി മുഖഫ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഖിഫാ നബിക്ക് മിൻ ദിക്റ ഹബീബിൻ വമൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. നോക്കിയേ, വമൻസിലി ഫഹൗമലി. അപ്പൊ ഇങ്ങനെ യോജിപ്പിച്ച് പറയുന്നതാണ് മുഖഫ. അതായത് ഒന്നിനുള്ളത് പോലെ തന്നെ അടുത്തതിലും യോജിപ്പിച്ച് പറയാൻ ശ്രമിക്കുന്നതിനെയാണ് മുഖഫ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഒരിക്കലും ഈ ഉദാഹരണങ്ങൾ ചോദിക്കില്ല. ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം. ബൈത്തുൽ താം എന്ന് പറഞ്ഞാല് എല്ലാ പാർട്ടും അതിലുണ്ടാവും. ഒരു പാർട്ടും നഷ്ടപ്പെടാത്തതാണ് ബൈത്തുൽ താം. പക്ഷെ ബൈത്തുൽ താം ചിലപ്പോൾ മുഖഫ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പോ ഹൗമലി എന്ന് പറഞ്ഞു, മൻസിലി എന്ന് പറഞ്ഞു. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കോർവയുള്ളതാക്കി ഇങ്ങനെ ഇണക്കി കൊണ്ടുവന്നതാണ് ആ ഒരു കവിതയുടെ ആസ്വാദനത്തിന് വേണ്ടി. പക്ഷെ അതേസമയം ഇത് താമാണ്. ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്ത വരി താമാണ് എങ്കിൽ പോലും ഇപ്പൊ അൻ നദ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ തക്കറുമി എന്ന് പറഞ്ഞു. ഇതിലെല്ലാ പാർട്ടുകളും ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ നദ എന്ന് പറയുമ്പോൾ ഇവിടെ റുമി. അപ്പൊ അങ്ങനെ ഓരോന്ന് കറക്റ്റ് യോജിച്ച് വരുന്നതിനാണ് താം എന്ന് പറയുന്നത്. ജുസുകളെല്ലാം ഒരുമിച്ച് വരുന്നതിന് താം എന്നും, ആ കേൾവിയിൽ ഒരേപോലെ ചേർത്ത് ഒരു കവി കൊണ്ടുവരുന്നതിനെ മുഖഫ എന്നും പറയും. ഇനി അടുത്തതാണ് അൽ മജ്സു എന്ന് പറഞ്ഞാൽ മാ ഹുദിഫ ജുസ്അൻ അറൂലഹു വളർബഹു. ജുസ്അ അറൂലിഹി വളർബിഹി. അറൂലിന്റെയും ലൊർബിന്റെയും ഒരു ഭാഗം കളയുമ്പോഴാണ് സത്യത്തിൽ മജ്സു ആവുന്നത്. അപ്പോ മാ ഹുദിഫ ജുസ്അ അറൂലിഹി വളർബിഹി. അറൂൽ എന്താന്ന് നമുക്കറിയാം, ലൊർബ് എന്താന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് അതിനുശേഷം ഈ ചർച്ച വെച്ചത്. അറൂലിന്റെയും ഒരു ഭാഗം നഷ്ടപ്പെടും, ലൊർബിന്റെയും ഒരു ഭാഗം നഷ്ടപ്പെടും. ഇപ്പൊ ഉദാഹരണം ഇത് നോക്കിയേ, അനബ്നുൽ ജദ്ദി ഫിൽ അമലി വഖസ്ദിൽ ഫൗസ് ഫിൽ അമലി. അപ്പൊ ഇവിടെ അവസാനം, ഇത് ഈ കവിത പൂർണ്ണമല്ല, അവസാനത്തെ ലൊർബും അറൂദും ഇവിടെ കളഞ്ഞിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരിക്കലും ഇത് ഏത് ബഹറൻ ചോദിക്കാൻ വേണ്ടി തരില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്, മാ ഹുദിഫ ജുസ്അ അറൂലിഹി വളർബിഹി. അപ്പൊ അറൂദിന്റെയും ലൊർബിന്റെയും ജുസ് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ ജുസ് എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചേ. ജുസ്, അങ്ങനെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? മജ്സു എന്ന് കണക്ട് ചെയ്യാം. മജ്സു ജുസ്. അപ്പൊ മജ്സു എന്ന് പറഞ്ഞാൽ അതിന്റെ അറൂദിന്റെയും ലൊർബിന്റെയും ഒരു ജുസ്, ഒരു ഭാഗം നഷ്ടപ്പെടുന്നതിനെയാണ്. അപ്പൊ ഇപ്പൊ ഉദാഹരണം എങ്ങനെയാണെന്ന് വെച്ചാൽ മുസ്തഫൈലുൻ എന്നുള്ളതാണ് എങ്കിൽ അതിന് പകരം എന്തായിരിക്കും ചിലപ്പോൾ വരുന്നത്? മുസ്തഫൈലുൻ മാത്രമേ വരുള്ളൂ. നമ്മൾ കത്ത് ചെയ്ത് നോക്കുമ്പോൾ അത് മാത്രമേ വരുള്ളൂ. ക്ലിയർ അല്ലേ? അവസാനത്തെ മുസ്തഫൈലുൻ വരില്ല. അപ്പൊ അടുത്തതിൽ നോക്കുമ്പോൾ മുസ്തഫൈലുൻ എന്ന് വരും, പക്ഷേ അവസാനത്തെ ഭാഗം വരില്ല. അപ്പൊ അറൂദിലെ ഒരു ഭാഗവും കാണില്ല, ലൊർബിലെ ഒരു ഭാഗവും കാണില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം പറഞ്ഞ താം എന്ന് പറഞ്ഞാല് എല്ലാ ജുസുകളും ഉള്ളതാണ് താം. അറൂദിലെയും ലൊർബിലെയും ഒരു ജുസ് നഷ്ടപ്പെടുന്നതാണ് മജ്സു. ഇനി മഷ്തൂർ ആണുള്ളത്. മഷ്തൂർ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബൈത്ത് എന്ന് പറഞ്ഞാല് രണ്ട് ശത്രുകൾ ചേർന്നതാണെന്ന് പറഞ്ഞു, രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ്. നമ്മൾ പറഞ്ഞു സ്വദർ അജിസ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ, ശത്രുകൾ ചേർന്നതാണ് ഒരു ബൈത്ത് എന്ന് പറഞ്ഞു. പക്ഷേ ബൈത്തുൽ മഷ്തൂറില് ആ പേര് പോലെ തന്നെ മാ ഹുദിഫ നിസ്ഫഹു
മാ ഹുദിഫ നിസ്ഫുഹു വ ബഖിയ നിസ്ഫുഹു. ചിലപ്പോ പലരും പഠിച്ചു വെച്ചേക്കുന്നത് എന്താണ്, മഹുദിഫ ശത്രുഹു എന്നായിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത്. ശത്രു നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും അത് മസ്തൂർ ആണെന്ന്. ഒരു ഭാഗം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരും ശത്രു നഷ്ടപ്പെട്ടെങ്കിൽ അത് മസ്തൂർ ആണ്, ഒരു ജുസ് നഷ്ടപ്പെട്ടെങ്കിൽ അത് മജ്സു ആണ്, ശത്രു നഷ്ടപ്പെട്ടെങ്കിൽ മസ്തൂർ ആണ്. പക്ഷെ ഇവിടെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് മഹുദിഫ നിസ്ഫുഹു വ ബഖിയ നിസ്ഫുഹു എന്ന് പറയുന്നത്, ഒരു പകുതി നഷ്ടപ്പെടും, ഒരു പകുതി ഉണ്ടാവും. അപ്പൊ മിസ്റായിന് നമുക്ക് രണ്ട് പകുതി എന്ന് പറയാമല്ലോ, ഒന്ന് സദറും ഒന്ന് അജിസും. അപ്പോ ഒരു പകുതി നഷ്ടപ്പെടും എന്നുള്ള അർത്ഥത്തില് നിസ്ഫ് എന്ന് പറയുന്നതും എന്താണ്, ശത്രു നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ ഇന്നകല തജ്നി മിനശൗക്കിൽ ഐനബ് അത്രേ ഉണ്ടാവും, അടുത്ത ഭാഗം കാണില്ല. അപ്പോൾ ഒരു പാർട്ട് മാത്രമേ ഉണ്ടാകൂ, അതിനെയാണ് മസ്തൂർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ പേര് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഈ ഉദാഹരണത്തിലേക്ക് പോകേണ്ട, ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്താണ്. കാരണം പലർക്കും തോന്നും അതെങ്ങനെയാണ് ശത്രും സത്രും ഡിഫറൻസ് എന്താണെന്നാണോ? ശത്രു എന്ന് പറഞ്ഞാല് ഒരു പാളി, സത്രം എന്ന് വെച്ചാൽ ഒരു വരി, അതാണ്. അടുത്ത അൽ മുഖഫ. അപ്പൊ ഒരേ സമയം മുഖഫയും താമും ആകില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോ ഉദാഹരണം എല്ലാ കവിതയിലും ഇത് മാച്ചായിട്ട്, മുഖഫ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അതേപോലെ മാച്ചായി വരണമെന്നാണ്. അപ്പൊ അത് അത്രയും കീനായിട്ട്, ഇപ്പൊ ഉദാഹരണം ഇതിൽ ഇംറുൽ ഖൈസിന്റെ ഇതിലെല്ലാം ഇങ്ങനെ സെയിം തന്നെയാണ്. അതിങ്ങനെ നോക്കി നമുക്ക് അറിയാൻ പറ്റും, എല്ലാം അതേപോലെ കോർത്തിണക്കുക, അതേ ആ ട്യൂണിലോട്ട് എത്തിച്ചാണ് പാടുന്നത്. കൂടുതൽ അവിടെ അവസാനത്തെ അന്ത്യാക്ഷരത്തില് ഈ ജുസുകളെല്ലാം വരുന്നുണ്ടോ എന്നല്ല നോക്കുന്നത്, കേൾക്കുമ്പോൾ എങ്ങനെയാ വരുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കൂടുതൽ ഇതിന് കൺഫ്യൂഷൻ ആവണ്ട, ഇത് ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് ബൈത്തു താം, അതിലെല്ലാ ജുസും ഉണ്ടാവും. അറൂദിലെയും വെറുബിലെയും ഒരു ജുസ് നഷ്ടപ്പെടുന്നത് മജ്സു. രണ്ട് ശത്രുകളിൽ അല്ലെങ്കിൽ ഇപ്പൊ പൂർണ്ണമായിട്ട് ഇരിക്കുന്നതിൽ ഒരു പകുതി എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ശത്രുനെയാണ്, ഒരു വരിയാണ്. അപ്പോൾ ഒരു ശത്രു നഷ്ടപ്പെടുന്നതിന് മസ്തൂർ എന്നും, പിന്നെ ഈ കേൾക്കുമ്പോൾ ഉള്ള സുഖത്തിന് വേണ്ടി മൻസിലി മൻസിലി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫ ഇവിടെ ഹൗ മലി, ഇവിടെ മൻസിലി. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അതേപോലെ നല്ല താളത്തിന് യോജിപ്പിച്ചെടുക്കുന്നതാണ് മുഖഫ. നോക്കാം, ഫ മ ഹ മൻ ഹൗ സി മ ലി. അപ്പൊ ഇങ്ങനെ മൻസിലി ഫഹൗമലി അങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഒരേപോലെ അല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ആദ്യം താം കൂടി പറഞ്ഞത്. താം എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഉണ്ടല്ലോ, എന്നിട്ട് കൂടി എന്തുകൊണ്ട് കേൾക്കുമ്പോൾ ഒരേപോലെ ഇല്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. കേൾക്കുമ്പോൾ ഒരേപോലെ വരുന്നതിനെയാണ് മുഖഫ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതില് മുഖഫയില് ചിലപ്പോ ചില അവസാനത്തെ പാർട്ട് ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു അക്ഷരവും മറ്റോ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? യെസ്. ഇപ്പൊ ഫഊലുൻ മഫായിലുൻ ഫഊലുൻ മഫായിലു എന്നേ കാണുള്ളൂ. മനസ്സിലായോ? മഫായിലുൻ എന്നുണ്ടാവില്ല, മഫായിലു അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാ പറഞ്ഞത്, അവര് ആ ഒരു കേൾക്കുന്ന സുഖത്തിന് വേണ്ടി മാറ്റിയെടുക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ ബൈത്തുകളെല്ലാം? ഇപ്പൊ ബൈത്തു താമ്, അൽ ബൈത്തുൽ മജ്സു, പിന്നെ അതുപോലെ അൽ ബൈത്തുൽ മസ്തൂർ, അൽ ബൈത്തുൽ മുഖഫ, പിന്നെ അൽ ബൈത്തുൽ മുദവ്വർ എന്നുണ്ട്. സൗണ്ട് കൂട്ടി പറയാനാണോ ഒരിക്കൽ കൂടി പറയണമെന്നാണോ പറയുന്നത്? മസ്തൂറിന് ഉദാഹരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്നക്കല തജ്നി മിനശൗക്കിൽ ഐനബ്, അത്രേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഫസ്റ്റ് ബൈത്തിന്റെ ഒരു ഭാഗം കളയും, മസ്തൂർ എന്ന് പറയും. അതിന് ശത്രു കളയുന്നതിന് മസ്തൂർ എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഡെഫിനിഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണ് എക്സാമിന് ചോദിക്കുന്നത്. മഹുദിഫ നിസ്ഫുഹു വബഖിയ നിസ്ഫുഹു എന്ന് ചോദിക്കും, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഹുദിഫ ഷത്രുഹു എന്ന് പറയും. ഷത്രുഹു എന്ന് എക്സാമിന് ചോദിക്കാറില്ല, കാരണം നമ്മൾ ഷത്രു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മഷ്തൂർ എന്ന് പെട്ടെന്ന് എഴുതും. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, മാ ഹുദിഫ നിസ്ഫഹു എന്ന് പറയും. അപ്പൊ ബഖി നിസ്ഫഹു, ഒരു പാർട്ട് മുഴുവനായിട്ട് കളയും, ഒരു പാർട്ട് അവിടെ നിലനിർത്തുമെന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ്. പിന്നെ അൽ ബൈത്തുൽ മുദവ്വർ ആണ് അടുത്തത് പ്രധാനമായിട്ടുള്ളത്. ഹുവൽ ബൈത്തുൽ ലദി ഇസ്തറക ഷത്റാഹു ഫീ കലിമത്തിൻ വാഹിദ ബിഅൻ യകൂന ബഅദുഹാ മിന അശ്ശത്ർ അൽഅവ്വൽ വബഅദുഹാ മിന അശ്ശത്ർ അൽസാനി ഖൗലി അബ്ൽ അല അൽ മഅരി. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ, ബൈത്തിന് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് സ്വദർ, രണ്ടാമത്തെ അജ്സ്. അപ്പൊ ഇതില് നമ്മുടെ സ്വദറിന്റെ ഒരു ഭാഗത്തില് ഉള്ള ഒരു കാര്യം അജ്സിലേക്ക് ഇങ്ങനെ കണക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ അത് പൂർത്തിയാവണമെങ്കിൽ ഇപ്പൊ ചിലതിൽ ഇപ്പൊ ഉദാഹരണം മൻസിലിയിൽ കഴിഞ്ഞു, മൻസിലിയിൽ ഇവിടെ കഴിഞ്ഞു, പിന്നെ ബിസിഖത്തിൽ ലിവാബൈന ദഖൂലി ഫഹൗമലി അവിടെയും കഴിഞ്ഞു. അവിടെ 2 ഭാഗങ്ങളിലേക്ക് വിട്ട് കടന്നിട്ടില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ഖഫിഫിൽ വത്അമ അദുന്നു അദീമ, അദീമൽ എന്ന് പറഞ്ഞു, അദീമൽ. അപ്പൊ അൽ അർൽ എന്നുള്ളത് ഒറ്റ വാക്കാണ്, പക്ഷേ അതിലെ അല്ല് കിടക്കുന്നത് സ്വദറിലും ബാക്കി അർല് കിടക്കുന്നത് അജ്സിലുമാണ്. അപ്പോൾ 2 പാർട്ടിലും പകുതി പകുതിയായിട്ട് വരുന്നതിനെയാണ് അൽ മുദവ്വർ എന്ന് പറയുന്നത്. അൽ മുദവ്വർ ഹുവൽ ബൈത്തുൽ ലദി ഇഷ്തറക ഷത്റാഹു. അങ്ങനെ മനസ്സിൽ കോർത്തു വെക്കുക, ഇഷ്തറക ഷത്റാഹു, 2 ഷത്റിലും 2 പകുതിയിലും ഈ വാക്ക് നിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, അൽ മുദവ്വർ എന്ന് പറയുന്നത്, അൽ ബൈത്തുൽ മുദവ്വർ എന്ന് പറയുന്നത്. അൽ ബൈത്തുൽ മുദവ്വർ, അൽ അർലി എന്നുള്ള ഒറ്റ പദം അത് 2 ഭാഗത്തിലൂടെ കിടക്കുന്നതാണ് അൽ ബൈത്തുൽ മുദവ്വർ. ഇത് ക്ലിയർ ആണോ? മുഖഫ ഒന്നുകൂടി പറയണോ? മുഖഫ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഇതില് പൂർണ്ണമായിട്ട് ജുസു എല്ലാം വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണം ഖിഫ നബിക്ക്, ഇതിപ്പോ കത്ത് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഇത് ഇവിടെ ജസ്റ്റ് ഇതാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, കുല്ലു അറൂദിൻ വദർബിൻ തസാവയ ബിലാ തഗീർ, ഒരു ചേഞ്ചും ഇല്ലാതെ അറൂദും ദർബും വരുന്നതിനെയാണ് മുഖഫ എന്ന് പറയുന്നത്. ഇപ്പൊ മൻസിലി എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് കത്ത് ചെയ്ത് നോക്കാമെങ്കിൽ മൻസിലി മാത്രം, വ മൻസിലി. അപ്പൊ നോക്കാം, ഫഊലുൻ മഫാഇലുൻ, ഫഊലുൻ മഫാഇലു, മഫാഇലുൻ. അപ്പൊ ഐലുൻ ഉള്ളതിലെ ആ നൂൻ ഇവിടെ വന്നിട്ടുണ്ടോ? നോക്കിയേ, നൂൻ വന്നിട്ടുണ്ടോ? നൂനുണ്ട് അവസാനം. ഒരു സുക്കൂൻ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ? സുക്കൂൻ ഇല്ലല്ലോ. അപ്പൊ അത് സുക്കൂൻ എന്തിനാ കളഞ്ഞെന്ന് ചോദിച്ചാല് അതിനെ ആ ഒരു കോർവയിലേക്ക് കേൾക്കുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടി അത് കൊണ്ടുവന്നതാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ മുഖഫ ക്ലിയർ അല്ലേ? ഇനി മുദവ്വിർ ചോദിച്ചിട്ടുണ്ട്. മുദവ്വിർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ചില ഒരു ബഹറില് ഇപ്പൊ ദനാനീർ എന്ന് പറയുന്നുണ്ട്, ദനാനീർ. അപ്പോ ഒരു കവിത ഇങ്ങനെ വന്നിട്ട് അതിന്റെ പകുതിയില് ദീനാറ് ദനാനീർ, അപ്പൊ ദനാന്ന് വന്നു, പക്ഷെ അവിടെ അത് പൂർത്തിയാക്കാനുള്ള ഭാഗമില്ല. അപ്പൊ ഫസ്റ്റ് പാർട്ട്, ഈ മുകളിൽ കണ്ട ഈ ഒരു പാർട്ട് സ്വദറാണ്. അപ്പൊ സ്വദറില് എന്ത് ചെയ്തു, ദന എന്ന് വന്നു. ദനാനീർ എന്നാണ് ഒരു ഒറിജിനൽ പദം, പക്ഷേ സ്വദറിൽ ദന വരെ വന്നുള്ളൂ. പിന്നെ നീറു എന്ന് വരുന്നത്, ദനാനീറിന്റെ ബാക്കി ഭാഗം വരുന്നത് ഏതിലാണ്? അജ്സിലാണ് വരുന്നത്. അജ്സിലാണ് രണ്ടാമത്തെ പാർട്ട് വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഒരു കവിത ഇങ്ങനെ ചൊല്ലി വരും, ചൊല്ലി വന്ന് അവിടെ എത്തുമ്പോൾ ഒരു പദം പറയും, ആ പദം അവിടെ പൂർത്തിയാക്കില്ല. അത് പിന്നെ എവിടെയാ പൂർത്തിയാകുന്നത്? അടുത്ത വരിയുടെ തുടക്കത്തിലാണ്. അത് പൂർത്തിയാകുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഒരുപാട് എക്സാം. എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അന്ന് ലാസ്റ്റ് ക്ലാസ്സിന് ശേഷം പിന്നെ ലാപ്പ് ഓൺ ആയിട്ടില്ല, മറ്റേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലാപ്പിലായിരുന്നു ഞാൻ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ഒരുപാട് നടന്ന എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനിങ്ങനെ ഒരുപാട്
തയ്യാറാക്കി വെച്ചിരുന്നു, പക്ഷെ ആ ലാപ്പ് ഓൺ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു ഫയൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനൊരു USB-ലോട്ട് ഇത് മാറ്റിയത് കൊണ്ട് എനിക്കിത് കിട്ടിയതാണ് ഈ ഫയൽ, അല്ലെങ്കിൽ ഇത് വീണ്ടും ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വേറെ കുറെ PYQ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ് ഈ സിഹാഫ്, അതുപോലെ അതിന്റെ ഇനങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സിഹാഫ്, അപ്പോ സിഹാഫ് നൗആൻ. സിഹാഫ് എന്ന് പറഞ്ഞാൽ ചില മാറ്റങ്ങളാണ് ഓരോ ജുസ്ഇൽ വരുന്നത്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഓരോ ജുസ് ഇപ്പൊ സബബ് ഉണ്ടാകും, അതുപോലെ തന്നെ വത്ത്, ഫാസില, അപ്പൊ ഇതെല്ലാം ചേർന്ന് തഫ്ഈലത്തുകൾ രൂപപ്പെടും. ഈ തഫ്ഈലത്തില് ചില മാറ്റങ്ങൾ സംഭവിക്കും. ആ വരേണ്ടിരുന്ന ഭാഗത്ത് അതിന് പകരമായിട്ട് വേറൊരു രീതിയിലായിരിക്കും ആ ഒരു തഫ്ഈലത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊരിക്കലും കത്തുക ചെയ്യാൻ സിഹാഫോ അല്ലെങ്കിൽ ഇല്ലത്തോ എന്തെങ്കിലും ന്യൂനത സംഭവിച്ചോ ഒന്നും നിങ്ങൾക്ക് കത്തുക ചെയ്യാൻ ഒരിക്കലും PSൽ വരില്ല. പക്ഷെ ഇത് ഡെഫിനിഷനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സിഹാഫ് എന്ന് പറഞ്ഞാൽ? സിഹാഫു നൗആനി. സിഹാഫ് നമ്മൾ പറഞ്ഞു ഒരു തഫ്ഈലത്തിൽ വരുന്ന മാറ്റമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഉദാഹരണം കാണുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. രണ്ട് തരം സിഹാഫുകളാണുള്ള. സിഹാഫ് അഥവാ തഗീർ, ഒരു ചേഞ്ച് വരുന്ന, തഫ്ഈലത്ത് ചേഞ്ച് വരുന്ന, അത് രണ്ട് രൂപത്തിൽ വരും. അസ്സിഹാഫു നൗആനി. ഒന്നാമത്തത് മുഫ്രദ്, ഒറ്റ ചേഞ്ച് വരും. ഒരു ചേഞ്ച് ഒരു തഫ്ഈലത്തിൽ ഉണ്ടാവും. തഫ്ഈലത്തിൽ ഉണ്ടാകുന്നതിന് എന്ത് പറയും? മുഫ്രദ് എന്ന് പറയും. മുഫ്രദ് എന്ന് പറയും. അപ്പോ വഹുവ അല്ലദി യദ്ഖുലു ഫീ സബബിൻ. നമ്മൾ പറഞ്ഞല്ലോ സബബ്. അപ്പോ ഒരു സബബിന്, ജുസ്ഇലെ ഒരു സബബിലാണ് ഇത് പ്രവേശിക്കുന്നത്. ഒന്നിലേ പ്രവേശിക്കൂ, ഒരു വ്യത്യാസമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ അതിന് ഉദാഹരണം ആദ്യം പറയാം. ഒറ്റ വ്യത്യാസം മാത്രം വരുന്നതാണ് സമാനിയത്ത്. അത് 8 ഉണ്ട്. 8 സിഹാഫാണ് വരുന്നത്. അപ്പോൾ തഗീറാത്തു സിഹാഫിൽ മുഫ്രദ്, അതിന് ഉദാഹരണം 8 8. അപ്പൊ ഈ മുഫ്രദ്, അപ്പൊ സിഹാഫിൽ മുഫ്രദിന് ഉദാഹരണം ഇതിൽ ഏതാണ്, ഓപ്ഷനിൽ ഏതാണ് സിഹാഫിൽ മുഫ്രദിന് ഉദാഹരണം എന്നും സിഹാഫുൽ ബസീത്ത്. അപ്പൊ ഈ സിഹാഫുൽ മുഫ്രദ് തന്നെയാണ് സിഹാഫുൽ ബസീത്ത് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ലളിതമാണ്, ഒറ്റ ചേഞ്ചേ വരുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും ഒരു പുകമറ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇത് സിഹാഫ് എന്താണെന്ന് പറയണമെങ്കിൽ ഓരോ സിഹാഫും ചർച്ച ചെയ്താലേ അത് എന്താണ് സിഹാഫ് എന്നുള്ളത് ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി നമുക്ക് വരുള്ളൂ. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഒരു ജുസ്വയില് ഒരു ചേഞ്ച് മാത്രം വരുന്നതാണ് ഇപ്പൊ പറയുന്നത്. ആദ്യത്തെ ഉദാഹരണം അൽ ഇൽമാർ. അപ്പൊ ഈ കാണുന്ന അൽ ഇൽമാർ, അൽ ഖബ്ന്, അൽ വഖ്സ്, അത്വയ്യ്, അൽ അസ്ബ്, അൽ ഖബ്ല്, അൽ അഖ്ല്, അൽ കഫ്. ഈ 8 രീതിയിലുള്ള സിഹാഫുകൾ അഥവാ മാറ്റങ്ങളാണ് നമ്മുടെ കവിതയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഉദാഹരണം, അപ്പൊ പലരും ഈ ഡെഫിനിഷൻ ആദ്യമേ പഠിച്ചു വെക്കും. ഹുവ തസ്കീനു സാനി അൽ മുത്തഹരിക് എന്ന് പഠിച്ചു വെക്കും. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക, ഈ സൈഡില് ഇതന്ന് ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയ ദിവസം ഞാൻ ഇതാണ് ഫോട്ടോ എടുത്ത് എഴുതി ഇങ്ങനെ വെച്ചതാണ് എഴുതിയിട്ട്. ഇപ്പൊ നോക്കിയേ, മുത്തഫാഇലുൻ എന്ന് വന്നു. മുത്തഫാഇലുൻ. അപ്പൊ നമ്മൾ എപ്പോഴും കത്ത് ചെയ്യുമ്പോൾ പോലും നമ്മൾ നോക്കുന്നത് ഇങ്ങനെയുണ്ടോ എന്നാണ്. മുത്തഫാഇലുൻ എന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും കാണുന്നത് സത്യത്തിൽ? അപ്പൊ നമുക്ക് അവിടെ ഉണ്ടാകുന്നത് മുത്ത് ഫാഇലുൻ എന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഹുവ തസ്കീനു സാനി അൽ മുത്തഹരിക്. തസ്കീനു സാനി അൽ മുത്തഹരിക്. രണ്ടാമത്തെ ഹറക്കത്തിന് സുക്കൂൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അൽ ഇൽമാർ എന്ന് പറയുന്നത്. അൽ ഇൽമാർ. ഇൽമാർ എന്നുള്ളത് കഴിഞ്ഞൊരു PSC എക്സാമിൽ ചോദിച്ചതാണ്. ഇൽമാർ എന്നാൽ എന്താണെന്ന് ചോദിച്ചു. ഹുവ തസ്കീനു സാനി അൽ മുത്തഹരിക്. നമ്മുടെ ഈ തഫ്ഈലത്തിലെ ഒരു ചേഞ്ച് മാത്രമാണ് വന്നത്. ഒരു ചേഞ്ചേ വന്നിട്ടുള്ളൂ. എന്താ വന്നത്? മുത്തഫാഇലുൻ എന്നുള്ളത് മുത്ത് ഫാഇലുൻ എന്നായി. ഈ ഹറക്കത്ത് മാറിയിട്ട് സുക്കൂനായി. അപ്പൊ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ, അപ്പൊ ഇവിടെ 2 അക്ഷരങ്ങളാണുള്ളത്. ഒന്ന് മു ഹറക്കത്ത്, ത ഹറക്കത്ത്. അപ്പൊ രണ്ടാമത്തെ ഹറക്കത്താണ് ത.
ത. അപ്പോ ആ ഹറക്കത്തിന് സുക്കൂനാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇളുമാർ എന്ന് പറയുന്നത്. ഇളുമാർ ഹുവ തസ്കീനു സാനി അൽ മുത്തഹരിക്. ഹറക്കത്തിന്, രണ്ടാമത്തെ ഹറക്കത്തിന് സുക്കൂനാക്കുന്നതിന് എന്ത് പറയും? അൽ ഇളുമാർ എന്ന് പറയും. ഇളുമാർ. ക്ലിയർ അല്ലേ? ഇപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. PDF ഗ്രൂപ്പിൽ അയച്ചു തരും. അപ്പോൾ ഒന്നുകൂടി വായിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇളുമാർ എന്നാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇളുമാർ എന്നാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഇളുമാർ എന്ന് പറഞ്ഞാൽ ഹുവ തസ്കീനു സാനി അൽ മുത്തഹരിക്, രണ്ടാമത്തെ ഹറക്കത്തിന് സുക്കൂൻ കൊടുക്കുന്നത് ഇളുമാർ. ഇനി ഹബിൻ എന്താ? ഹബിൻ എന്ന് പറഞ്ഞാൽ ഹുവ ഹദ്ഫു സാനി അസാക്കിൻ, രണ്ടാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളയുന്നതാണ്. ഇപ്പൊ ഫാഇലുൻ എന്ന് വരുന്നതില് ഫ ഒന്നാമത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരത്തിന് എന്ത് ചെയ്തു? സുക്കൂനായിരുന്നു, അതിനെ ഞാൻ കളഞ്ഞു. അപ്പൊ എന്തായി? കളഞ്ഞത് താഴെ, കളഞ്ഞിട്ടുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്, ഫാഇലുൻ എന്നായി. ഫാഇലുൻ മാറി ഫാഇലുൻ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചതില് ഹബിന് ഒരു ബഹറിന് സംഭവിക്കും നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഫാഇലുൻ എന്നുള്ളതിന് ഹബിന് സംഭവിച്ച ഒരു രൂപമാണ് പല ഗൈഡുകളിലും ഉള്ളതെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഏതാണ് ആ ബഹർ? യെസ്, മുത്തദാറക്. അപ്പോ അന്ന് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി വരുന്നതെന്ന്. അത് ഹബിന് സംഭവിച്ചത് കൊണ്ടാണ്. ഫാഇലുൻ എന്നാണ് വരേണ്ടിയിരുന്നത്, അപ്പോഴാണ് മുത്തദാറക് ആവുന്നത്. പക്ഷേ അവിടെ ഹബിന് സംഭവിച്ചപ്പോ ഫാഇലുൻ എന്നായി മാറി. ഫാഇലുൻ 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 എന്നുള്ളത് മാറി. ഫാഇലുൻ എന്നായതിന്റെ കാരണം എന്താണ്? ഹബിന് സംഭവിച്ചത് കൊണ്ടാണ്. അഥവാ രണ്ടാമത്തെ സുക്കൂനുള്ള ഈ അക്ഷരത്തെ എന്ത് ചെയ്തു? കളഞ്ഞു. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളയുന്നതിന് ഹബൻ എന്ന് പറയുന്നു. ഹബൻ. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തതാണ് അൽ വഖ്സ്. അപ്പൊ ഇതുവരെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇളുമാർ ചോദിച്ചിട്ടുണ്ട്, ഒരു എക്സാമിന് LP എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഹബിന് ചോദിച്ചിട്ടുണ്ട്, കഫ് അവസാനം കണ്ടല്ലോ കഫ്, ഇത് മൂന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ അടുത്ത ഏതെങ്കിലും ഒന്ന് ചോദിച്ചാലോ എന്ന് കരുതിയാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇളുമാർ പറഞ്ഞു, ഹബിന് പറഞ്ഞു. അടുത്തത് വഖസ് ആണ്. വഖസ് എന്ന് പറഞ്ഞാൽ ഹുവ ഹദ്ഫു സാനി അൽ മുത്തഹരിക്. ഇപ്പോ ആദ്യം പറഞ്ഞ എന്താ? തസ്കീനു സാനി അൽ മുത്തഹരിക്, എന്താണ്? ഹറക്കത്തായ അക്ഷരത്തെ സുക്കൂൻ ചെയ്യുന്നതിനെയാണ് ഇളുമാർ എന്ന് പറയുന്നതെങ്കിൽ ഹറക്കത്തുള്ള അക്ഷരത്തെ കളയുന്നതിനെയാണ് വഖസ് എന്ന് പറയുന്നത്. അപ്പൊ മുത്തഫാലുൻ, ആ റെഡിങ് കൊടുത്തത് ഹറക്കത്തുള്ള അക്ഷരമായിരുന്നു, അതിനെ തീർത്തും ഒഴിവാക്കി. അപ്പൊ മുഫാഇലുൻ എന്നായി, മുഫാഇലുൻ. അപ്പൊ ഒരിക്കലും നിങ്ങൾ ആരും ഈ എന്താണ് ഇങ്ങനെയാണോ നമ്മുടെ കത്ത് ചെയ്യാൻ വരുന്നതെന്ന് ചിന്തിക്കേണ്ട. കത്ത് ചെയ്യാൻ ഇങ്ങനെ ഒന്നും ചോദിക്കില്ല, സിമ്പിൾ ആയിരിക്കും. കത്ത് അതിന് നമ്മൾ പഠിച്ച ബഹറിൽ ഒരു താമായിട്ടുള്ള ബഹർ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ബഹർ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പോൾ. അപ്പൊ മുത്തഫാഇലുൻ എന്നുള്ളതില് രണ്ടാമത്തെ ഹറക്കത്തുള്ള അക്ഷരത്തെ കളഞ്ഞു, അപ്പൊ വഖസായി. അപ്പൊ ഒന്നാമത്തത് പറഞ്ഞത് ഹറക്കത്തുള്ള അക്ഷരത്തിനെ സുക്കൂൻ ചെയ്ത്, രണ്ടാമത്തെ ഹറക്കത്തുള്ള അക്ഷരത്തെ സുക്കൂൻ ആക്കിയത് ഇളുമാർ, രണ്ടാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളഞ്ഞത് ഹബന്, രണ്ടാമത്തെ ഹർക്കത്തുള്ള അക്ഷരത്തെ കളഞ്ഞത് വഖസ്. അപ്പൊ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഖബല് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അല്ലെ. അടുത്തത് ത്വയ്യ്. ത്വയ്യ് എന്ന് വെച്ചാൽ ഹുവ ഹദ്ഫു അറാബി അസാക്കിൻ, സുക്കൂനുള്ള നാലാമത്തെ അക്ഷരത്തെ കളയുന്നതാണ്. രണ്ടാമത്തെ അക്ഷരത്തെ അല്ല, നാലാമത്തെ അക്ഷരത്തെ കളയുന്നത്. അപ്പൊ രണ്ടാമത്തെ അക്ഷരത്തെ കളയുന്നത് ഹബിനാണ്. അപ്പോൾ പലർക്കും എന്ത് ചെയ്യും? ഹബിനും ത്വയ്യും തമ്മിൽ കൺഫ്യൂഷൻ ആവും. ത്വയ്യ് എന്ന് പറഞ്ഞാൽ എന്താ? നാലാമത്തെ അക്ഷരം കളയുന്നതാണ്. മുസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ രണ്ടാമത്തെ സുക്കൂൻ അവിടെ വന്നു. തഫിലെ ഫ് ആണ് നാലാമത്തെ സുക്കൂൻ. നാലാമത്തെ സുക്കൂനെ കളഞ്ഞു. അപ്പോ മുസ്തഫഇലുൻ മാറി മുസ്തഇലുൻ എന്നായി, മുസ്തഇലുൻ. അപ്പോൾ നാലാമത്തെ, അപ്പൊ നമ്മൾ എപ്പോഴും ഡെഫിനേഷൻ അല്ല പഠിക്കേണ്ടത്, മനസ്സിലാക്കി വേണം പഠിക്കാൻ. അപ്പോൾ ആദ്യം ഈ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കറിയാം, ഡെഫിനേഷൻ സ്വന്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മുസ്തഫ്, അപ്പൊ എണ്ണി നോക്കുമ്പോൾ തന്നെ അറിയാം നാലാമത്തെ അക്ഷരം സുക്കൂനുള്ള അക്ഷരം രണ്ടാമത്തെ ഉദാഹരണത്തിൽ വന്നപ്പോൾ അതില്ല.
അത് ഒഴിവായിരിക്കുകയാണ്. അപ്പോൾ അതെന്തായി? തൊയ്യ്. തൊയ്യാണ് നാലാമത്തെ സുക്കൂനെ കളയുന്നത്, ഹബിനാണ് രണ്ടാമത്തെ സുക്കൂനെ കളയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് അൽ അസ്ബ്. അൽ അസ്ബ് നമുക്ക് കുറെ PYQ ചർച്ച ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിന് പോകുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയില്ല. റെക്കോർഡ് ക്ലാസ് ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. കാരണം നമുക്കിപ്പോൾ ഇത് പഠിച്ചു പോകാനുള്ളൊരു ടൈം ഈ ഒരു സെക്ഷൻ്റെ ഇടയിൽ ഇല്ലല്ലോ. അപ്പം നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ച് ഉറപ്പിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. കാരണം നമ്മൾ ഒരുപാട് വാരി വിളിച്ച് പഠിച്ചിട്ട് പോയാൽ ആ ഓപ്ഷനിൽ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ പഠിക്കുന്ന ഒന്നാണെങ്കിലും ഈ 8 സിഹാഫിൽ ഒന്നാണ് പഠിക്കുന്നതെങ്കിൽ പോലും അത് ക്ലിയർ ആക്കിയേ പഠിക്കാവൂ. കാരണം ഇപ്പൊ ഹബിനാണ് ഒരാൾ പഠിച്ചത്, ആ ഹബിന് ക്ലിയർ ആയിട്ടാണ് പഠിച്ചതെങ്കിൽ ഒരിക്കലും തൊയ്യ് അയാൾക്ക് മാറിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നതും നമ്മളെ ചിലപ്പോൾ ഒരുപാട് മൈനസ് നേടിത്തരുന്നതും. അടുത്ത അസ്ബ് എന്ന് പറഞ്ഞാൽ ഹുവ തസ്കീനു ഖാമിസ് അൽ മുതഹരിക്, അഞ്ചാമത്തെ. അപ്പൊ അഞ്ചാമത്തെ അക്ഷരം നോക്കിയേ, മു 1, ഫ 2, ഫായിലെ അലിഫ് 3, നാലാമത്തത് ഐൻ, അഞ്ചാമത്തത് ലാം. അപ്പൊ ലാം നോക്കിയേ അഞ്ചാമത്തെ അക്ഷരമാണ്. ഈ അഞ്ചാമത്തെ ഹറക്കത്തുള്ള അക്ഷരത്തെ സുക്കൂനാക്കുന്നതാണ് അസ്ബ്. അൽ അസ്ബ് എന്ന് പറഞ്ഞാൽ ഹുവ തസ്കീനുൽ ഖാമിസ് അൽ മുതഹരിക്, അഞ്ചാമത്തെ ഹറക്കത്തുള്ള അക്ഷരത്തെ സുക്കൂനാക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് വരുമ്പോ പലർക്കും സംശയം വരുന്നത് ഇൽമാറാണ്. ഇൽമാർ. അപ്പോ രണ്ടാമത്തെ ഹർക്കത്തുള്ള അക്ഷരത്തെ സുക്കൂനാക്കിയതാണ് ഇൽമാറെങ്കിൽ, അഞ്ചാമത്തെ ഹർക്കത്തുള്ള അക്ഷരത്തെ സുക്കൂനാക്കുന്നതാണ് അസ്ബ്. അപ്പൊ ഇൽമാറും അസ്ബും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഹബിനും തൊയ്യും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അസ്ബ് ക്ലിയർ ആണോ? അടുത്തത് അൽ ഖബിൽ ആണ്. ഖബിൽ കുറച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു എന്ന്. അൽ ഖബിൽ എന്ന് പറഞ്ഞാൽ ഹുവ ഹദ്ഫുൽ ഖാമിസ് അസ്സാക്കിൻ, അഞ്ചാമത്തെ സുക്കൂനെ കളയലാണ്. നോക്കിയേ, ഫഉലുൻ, ഫഉ. അപ്പൊ ഫഉലുൻ. അപ്പൊ ഈ അറൂദിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ചില കാര്യങ്ങൾ ആദ്യം പറയുമ്പോൾ പലർക്കും അത് പെട്ടെന്ന് കിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിഹാഫ് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സിഹാഫ് എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് ഈ മാറ്റം എന്ന് അറിയാതെ ഒരിക്കലും നമുക്ക് സിഹാഫ് എന്നാണ് പിടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരുവിധം ഒരു ടച്ച് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അൽ ഖബിൽ എന്ന് പറഞ്ഞാൽ ഹുവ ഹദ്ഫു അൽ ഖാമിസ് അസ്സാക്കിൻ. അപ്പൊ ഫഉലുൻ അവിടെ ഫഉലു എന്നായി മാറി. ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്തു, കഴിഞ്ഞ ഒരു മുഖഫയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ പലരും ചോദിച്ചല്ലോ, മുഖഫ താം ആവില്ലേ എന്ന് ചോദിച്ചു അല്ലെ? അപ്പൊ അവിടുത്തെ മുഖഫ അത് താം അല്ല. എന്തുകൊണ്ടാണ്? ഫഉലു എന്ന് പറഞ്ഞ് അവിടെ നിർത്തി, ആ നൂനിനെ അവർ കളഞ്ഞു അല്ലെ? നൂനെ. അപ്പൊ ഫഉലുൻ എന്നായിരുന്നു. പക്ഷെ ഇമ്രുൽ ഖൈസ് എന്ത് ചെയ്തു, ആ പറയാനുള്ള സുഖത്തിന് വേണ്ടി ആ നൂനിനെ ഒഴിവാക്കി. അങ്ങനെ പാട്ടിന് വേണ്ടി യോജിപ്പിച്ചപ്പോഴാണ് മുഖഫ ആയത്. ഇങ്ങനെ പാട്ടിന് വേണ്ടി യോജിപ്പിച്ചതാണ്. സത്യത്തിൽ അത് താം അല്ല. അപ്പൊ താം ആവണമെങ്കിൽ ഫഉലുന്ന് ഫുള്ള് വേണം. അപ്പൊ ഈ താം അല്ലാതെ ചില പാർട്ടുകൾ നഷ്ടപ്പെടുന്നതിനെയാണ്, അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് സിഹാഫ് എന്ന് പറയുന്നത്. സിഹാഫിൽ നമ്മൾ 1, 2, 3, 4, 5 കാര്യം ചർച്ച ചെയ്തു. ആറാമത്താണ് ഇപ്പൊ പറഞ്ഞത് ഖബിൽ. ഖബിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തെ കളയും, സുക്കൂനുള്ള അക്ഷരത്തെ കളഞ്ഞു. അപ്പൊ ഫഉലുനില് എന്തുകൊണ്ടാ ഫഉലു എന്ന് ചില ബഹറിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം, ഖബിൽ സംഭവിച്ചു എന്ന് പറയാം. ഹുവ ഹദഫു അൽ ഖാമിസ് അസ്സാക്കിൻ, അഞ്ചാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. സുക്കൂൻ ഉള്ളതിനെ ഒഴിവാക്കുന്നത് ഏത്? അപ്പോ സുക്കൂനുള്ള ഒഴിവാക്കിയത് ഏതാണ് മുമ്പ് നമ്മൾ പറഞ്ഞത്? രണ്ടാമത്തെ സുക്കൂനെ ഒഴിവാക്കിയത് ഹബിന്. കണ്ടല്ലോ, രണ്ടാമത്തെ സുക്കൂനെ ഒഴിവാക്കിയത് ഹബിന്, അഞ്ചാമത്തെ സുക്കൂനെ ഒഴിവാക്കിയത് ഖബിൽ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു പിക്ചർ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതിന് ഒരു മാറ്റവും വരുത്താതെ ഈ സ്ലൈഡിനെ ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. അതായത് ഈ ഒരു ഓർഡർ തെറ്റിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാകും നമ്മൾ ഏതൊക്കെയോ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഹബിനും ഖബിലും തമ്മിലാണ് കണക്ഷൻ അല്ലെ? രണ്ടും സുക്കൂനുള്ള അക്ഷരത്തെ കളയുന്നതാണ്. അതുപോലെ അസ്ബ് പറഞ്ഞപ്പോ മുത്തഹരിക്കായ അക്ഷരത്തെ സുക്കൂനാക്കുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ രണ്ടാമത്തെ അക്ഷരത്തെ സുക്കൂനാക്കുന്നതാണ് ഇൽമാർ എന്ന് പറഞ്ഞു. പിന്നെ വഖസ് പറഞ്ഞു, രണ്ടാമത്തെ ഹർക്കത്തുള്ള അക്ഷരത്തെ ഒഴിവാക്കിയത്.
അപ്പൊ ഇങ്ങനെ ഓരോന്നും എന്താണ് വ്യത്യാസപ്പെടുത്തി ആ വ്യത്യാസം മനസ്സിലാക്കി വേണം നമ്മുടെ മനസ്സിൽ കോർത്തു വെക്കാൻ. അടുത്ത അൽ ഖബൽ. ഖബൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു. അടുത്ത അൽ അഖലാണ്. അഖൽ എന്ന് വെച്ചാൽ ഹുവ ഹദ്ഫുൽ ഖാമിസ് അൽ മുത്തഹരിക്. ഖാമിസ് അൽ മുത്തഹരിക് എന്നാ പറഞ്ഞേ. ഒന്ന് ശ്രദ്ധിച്ചേ, അക്ഷരത്തിന്റെ എണ്ണ അല്ല ഇവിടെ പറഞ്ഞേ, 5ാമത്തെ ഹറക്കത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ പലരും എന്ത് ചെയ്യും, എണ്ണി നോക്കുമ്പോൾ 1 2 3 4 5, അപ്പൊ ലാം കളയണമെന്ന് കരുതും. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താ ഡെഫിനിഷൻ? ഹുവ ഹദ്ഫുൽ ഖാമിസ് അൽ മുത്തഹരിക്, 5ാമത്തെ ഹറക്കത്തിനെ കളയാം. അപ്പൊ 1ാമത്തെ ഹറക്കത്ത് ഏതാ? മീം. 2ാമത്തെ ഹറക്കത്ത് ഫ. അലിഫ് അവിടെ ഹറക്കത്തല്ല, അപ്പൊ അതിനെ കൂട്ടണം. അപ്പൊ 2 3ാമത്തത് ഐൻ, 4ാമത്തത് ലാം, 5ാമത്തത് താ തു. യെസ്, അപ്പൊ തു. അപ്പൊ മുഫാഅലത്തുവിലെ ആ തൂവിനെ മാറ്റിയിട്ട് മുഫാഅലൻ എന്ന് പറയുന്നതാണ്. മുഫാഅലൻ എന്ന് പറയുന്നതാണ് അഖല്. അപ്പൊ 5ാമത്തെ ഹറക്കത്തിനെ കളഞ്ഞത്, 5ാമത്തെ ഹറക്കത്തിനെ കളഞ്ഞത്, 5ാമത്തെ ഹറക്കത്തിനെ കളഞ്ഞത് അഖല്. 2ാമത്തെ ഹറക്കത്തിനെ കളഞ്ഞ ഏതായിരുന്നു? 2ാമത്തെ ഹറക്കത്തിനെ കളഞ്ഞത് വഖസ്, വഖസ്, പിന്നെ അതുപോലെ ത്വയ്യ്, അസ്ബ്, ഖബല്, അഖല്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്കുള്ളത് കഫാണ്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. യെസ് യെസ്, വഖസ്. അതെ അതെ. അടുത്ത അൽ കഫാണ്. തിരിച്ചു വരാം. അൽ കഫ്. കഫ് എന്ന് വെച്ചാൽ ഹുവ ഹദ്ഫു അസ്സാബി അസ്സാക്കിൻ, അവസാനത്തെ 7ാമത്തെ അക്ഷരത്തെ കളയുന്നതാണ്. 7ാമത്തെ അക്ഷരത്തെ കളയുന്നത്. അപ്പൊ ഇവിടെ എണ്ണി നോക്കാം. മ 1, ഫ 2, അലിഫ് 3, ഐ 4, യാ 5, ലു 6, നൂൻ 7. അപ്പൊ 7ാമത്തെ അക്ഷരത്തെ അഥവാ സുക്കൂനുള്ള അക്ഷരത്തെ കളഞ്ഞതാണ് കഫ്. അപ്പൊ ഇത് കഫും ഇളുമാറും ഹബിനും അതുപോലെ നേരത്തെ പറഞ്ഞ ഏതായിരുന്നു ഖബലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സാമിന് ഇനി ചോദിക്കാൻ ബാക്കിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വഖസും തൊയ്യും അഖലും അസ്ദും ആണ്. അപ്പൊ ക്ലിയർ അല്ലേ? അഖല് ഒന്നുകൂടി പറയണമെന്നാ? യെസ്, അഖൽ എന്ന് പറഞ്ഞാല് 5ാമത്തെ ഹറക്കത്തുള്ള അക്ഷരത്തെ കളയാം. ചിലത് സുക്കൂണുള്ള അക്ഷരത്തെ കളയുന്നത് നമ്മൾ പറഞ്ഞു, ഹറക്കത്തുള്ള അക്ഷരത്തെ കളയുന്നത് പറഞ്ഞു. ഹറക്കത്തുള്ള 5ാമത്തെ അക്ഷരത്തെ കളയുന്നതാണ്, 5ാമത്തെ ഹറക്കത്തിനെ കളയുന്നതാണ് അഖൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മാറ്റിയും തിരിച്ചും ഒരുപാട് പറഞ്ഞ് പഠിക്കണം. മനസ്സിലാക്കി പഠിച്ചാൽ ഇത് കണക്ട് ചെയ്ത് പരസ്പരം റിലേറ്റ് ചെയ്യുന്ന കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് പറയണം. യെസ്. അതുപോലെ അവസാനം നമ്മൾ പറഞ്ഞത് എന്താണ് ചോദിച്ചത്? 5ാമത്തെ ലാമാണെന്നാണോ പറഞ്ഞത്? അല്ല, അത് ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഞാൻ വ്യക്തമാക്കി പറഞ്ഞത്. അവിടെ ആ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. ഹുവ ഹദഫുൽ ഖാമിസൽ മുത്തഹരിക്, 5ാമത്തെ മുത്തഹരിക്കിനെ, 5ാമത്തെ ഹറക്കത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എണ്ണി തന്നെ പറഞ്ഞത്. എണ്ണി പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അവിടെ തെറ്റ് വരും. അങ്ങനെയല്ല നോക്കേണ്ടത്. ഹറക്കത്തുള്ള അക്ഷരത്തെ എണ്ണി നോക്കിയേ. മീം അല്ലേ 1ാമത്തെ ഹറക്കത്ത്, 2ാമത്തെ ഹറക്കത്ത് ഫ, 3ാമത്തെ ഹറക്കത്ത് ഐന്, 4ാമത്തെ ഹറക്കത്ത് ലാം, 5ാമത്തെ ഹറക്കത്ത് താ. കണ്ടോ? അപ്പൊ ഇതാണ് ഡെഫിനിഷനിൽ പോലും നമ്മളെ ചിലപ്പോ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ എണ്ണി നോക്കുമ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ നമ്മൾ കൺഫ്യൂഷൻ. അപ്പൊ അതാണ് പലരും ചോദിച്ചാൽ 5ാമത്തത് ലാം ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് 5ാമത്തെ ഹറക്കത്ത് എന്നാ പറഞ്ഞത്, 5ാമത്തെ അക്ഷരം എന്നല്ല പറഞ്ഞത്, 5ാമത്തെ. ക്ലിയർ അല്ലേ? അതെ, സുക്കൂൻ കൂട്ടാതെ എണ്ണണം. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണം ഇവിടെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പറയാം. ഹുവ ഹദ്ഫു അൽ ഖാമിസ്, അൽ ഹർഫുൽ ഖാമിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേ? ഹറക്കത്തുള്ള 5ാമത്തെ അക്ഷരം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തൂ ആണ് വരുന്നത്. അങ്ങനെയാണ് അത് ഒഴിവാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അതാണ് അക്കലിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നത് അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് കഫാണ്. അൽ കഫ് എന്ന് പറയുമ്പോൾ 7ാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളഞ്ഞു.
ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഈ സിഹാഫ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തൊരു ഭാഗമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഇപ്പൊ നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞപ്പോ 2 തരം സിഹാഫുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോ വന്നപ്പോഴേ നോക്കിയേ, ഒരു തഫൈലത്തില് ഒരു മാറ്റമല്ലേ വന്നിട്ടുള്ളൂ. ഈ മുത്ത മാറി ത് ആയി. പിന്നെ അതുപോലെ ഈ ഒരു സുക്കൂനുള്ള അക്ഷരത്തെ കളഞ്ഞു. പിന്നെ വക്കസ് പറഞ്ഞപ്പോ ഒരു ഹർക്കത്തുള്ള അക്ഷരത്തെ കളഞ്ഞു. തൊയ്യ് പറഞ്ഞപ്പോ സുക്കൂനുള്ള 4ാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളഞ്ഞു. പിന്നെ അസ്ബ് പറഞ്ഞപ്പോ 5ാമത്തെ ഹർക്കത്തുള്ള അക്ഷരത്തെ സുക്കൂനാക്കി. പിന്നെ അവസാനത്തെ ഒരക്ഷരത്തെ കളഞ്ഞു, സുക്കൂനുള്ള അക്ഷരത്തെ ഒഴിവാക്കി. പിന്നെ അക്കല് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയ എന്താ, ഒരു മാറ്റമേ വന്നുള്ളൂ. ഈ റെഡ് ചെയ്തേക്കുന്ന എല്ലാം മാറ്റമാണ് ഇതിൽ വന്നേക്കുന്നത്. കണ്ടോ, ഒരു മാറ്റം. എല്ലാത്തിലും ഓരോ മാറ്റമേ വന്നിട്ടുള്ളൂ. പക്ഷേ ചില തഫൈലത്തില് 2 മാറ്റം ഉണ്ടാകും. അതും സിഹാഫ് തന്നെയാണ്. പക്ഷെ അതിനെ സിഹാഫുൽ മുഫ്രദായിട്ടല്ല പറയുന്നത്. അഥവാ ഒരു സിഹാഫ് അല്ല സംഭവിക്കുന്നത്, അതിന് വേറൊരു പേര് പറയും. നമ്മൾ പറഞ്ഞിരുന്നു. സിഹാഫ് 2 തരമാണ്. അതിൽ 2ാമത്തതിന് പറയുന്നത് സിഹാഫ് അൽ മുറക്കബ് എന്ന് പറയും. മുറക്കബ് എന്ന് പറയും. വേറൊരു പേരോട് പറയും. അറിയോ മുറക്കബിന് വേറൊരു പേര് പറയാവോ? മുസ്തവിജ്. വെരി ഗുഡ്. അപ്പൊ മുറക്കബിന്റെ മറ്റൊരു പേരാണ് മുസ്തവിജ്. മുഫ്രദിന്റെ മറ്റൊരു പേര് സിഹാഫുൽ മുഫ്രദിന്റെ മറ്റൊരു പേരാണ്, കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, ബസീത്ത്. വെരി ഗുഡ്. യെസ്, ശുക്രൻ. അപ്പോ ഇനി നമുക്ക് 2ാമത്തെ സിഹാഫ് ചർച്ച ചെയ്യാം. ഇതിൽ കൂടുതൽ നിങ്ങൾ ഉദാഹരണം പഠിക്കണ്ട, എന്താണ് സിഹാഫ് എന്ന് പഠിച്ചാൽ മതി. അപ്പോ തഗ്യീറാത്തു സിഹാഫുൽ മുറക്കബ് അൽ മുസ്തവിജ് 4. സിഹാഫുൽ മുറക്കബ് 4 എണ്ണമാണ്. അപ്പോ സിഹാഫുൽ മുഫ്രദ് എത്രയാണെന്നൊരു ചോദ്യം ചോദിക്കും. എത്രയാണ് സിഹാഫുൽ മുഫ്രദിന് ഉദാഹരണം? മുഫ്രദ് അല്ലെങ്കിൽ മുൻഫരിദ് അല്ലെങ്കിൽ ബസീത്ത്. എത്രയാണ് സിഹാഫ് മുൻഫരിദ്? സ്ലൈഡ് മാറുന്നില്ലേ? സ്ലൈഡ് മാറിയോ? യെസ്, ഇപ്പോഴാണ് സ്ലൈഡ് വന്നല്ലേ. അപ്പൊ അവിടെ നമ്മൾ ചർച്ച ചെയ്തത് 8 എണ്ണമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇവിടെ 4 എണ്ണമാണുള്ളത്. തഗ്യീറാത്തു സിഹാഫ് അൽ മുറക്കബ് അൽ മുസ്തവിജ് അൽ 4. 4 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്? അവിടെ ഹബിൻ പഠിച്ചു. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്, ഒരു കാര്യം പഠിക്കുമ്പോൾ അത് നല്ല അച്ചട്ടായിട്ട് അത് പഠിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇവിടെ ഹബിലാണ് പറഞ്ഞത്. ഹബിൽ എന്ന് പറഞ്ഞാൽ ഹബിനും തൊയ്യും സംഭവിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഉദാഹരണം കൊടുക്കാത്തത്, ഉദാഹരണം പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഹബില് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഹബിൽ എന്ന് പറഞ്ഞാൽ ഹബിനും തൊയ്യും സംഭവിച്ചതാണ്. ഹബിന് എന്താ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത് ചർച്ച ചെയ്യേണ്ട. ഹബിനും തൊയ്യും സംഭവിച്ചത് ഹബില്. അതുപോലെ ഹസിൽ എന്ന് പറഞ്ഞാൽ ഇളുമാറും സംഭവിക്കും, തൊയ്യും ഒരേപോലെ ഒന്നിൽ തന്നെ സംഭവിക്കും. ഒരു തഫയിലത്തിൽ തന്നെ ഈ 2 മാറ്റവും ഉണ്ടാവും. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും ആ ഒരു തഫയിലത്തിൽ. അതാണ് ഹസില്. പിന്നെ ഷക്കിലാണ്. ഷക്കിൽ എന്ന് പറഞ്ഞാൽ ഒരേ തഫയിൽ തന്നെ ഹബിനും സംഭവിക്കും, കഫും സംഭവിക്കും. കഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ് കഫ്, അഥവാ 7ാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളയുന്നു. അപ്പൊ ഇതുപോലെ ഇതിനെ എങ്ങനെ എക്സാമിൽ ചോദിക്കുന്നതെന്ന് ചോദിച്ചാല്, ഉദാഹരണത്തിന് നഖസ് എന്ന് ചിലപ്പോൾ തരും. എന്നിട്ട് പറയും ഇത് ഏത് തരം സിഹാഫിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകും സിഹാഫുൽ മുൻഫരിദ്, സിഹാഫുൽ മുറക്കബ് എന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, സിഹാഫുൽ മുറക്കബിന് ഉദാഹരണം താഴെയുള്ളതിൽ ഏതാണ്? അപ്പൊ അവിടെ ഹബിൻ ഉണ്ടാകും, ഇൽമാർ ഉണ്ടാകും, അതുപോലെ നഖസ് ഉണ്ടാകും. പിന്നെ വേറെ ഏതെങ്കിലും ഒരു ടെർമിനോളജി കൂടി അവർ ഉൾക്കൊള്ളിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകണം മുറക്കബിൽ പെട്ടത് ഇത്രയാണ്: ഹബില്, ഹസില്, ഷക്കില്, നഖസ്. ഹബില്, ഹസില്, അത് രണ്ടും ഒരേപോലെ നമ്മൾ പറയാം. ബിൽ, ഹസിൽ, ഷക്കിൽ. അപ്പൊ ഹബിൽ, ഹസിൽ, ഷക്കിൽ, നഖസ് ഇതെല്ലാം സിഹാഫുൽ മുറക്കബിന് ഉദാഹരണമാണ്.
അപ്പൊ എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കണം. അപ്പൊ നമുക്ക് ഇനി PVQ ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങളുടെ മനസ്സിലുള്ളത് എത്രത്തോളം ഗ്രാസ്പ് ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റും. 2 ക്ലാസ്സിലെയും കൂടി എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് അടുത്ത PVQ. അപ്പോ ഇത് ആൻസർ ചെയ്ത് നോക്കിയേ. ഹദഫ് സാനി അസാക്കിൻ മിൻ അജ്സാഇൽ ബൈത്ത്. എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഹദഫ് സാനി അസാക്കിൻ മിൻ അജ്സാഇൽ ബൈത്ത്. ഖബ്ലാണോ ഖബ്നാണോ അഖ്ലാണോ? യെസ്, ഖബ്നാണ്. യെസ്, ശുക്രൻ. അടുത്ത് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആൻസർ. അപ്പൊ ഖബൻ എന്താണ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു. ഹുവ ഹദഫു സാനി സാക്കിൻ, സുക്കൂനുള്ള അക്ഷരത്തെ കളഞ്ഞതാണ്. രണ്ടാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളഞ്ഞതാണ് ഖബൻ. യെസ്. ഇനി തസ്കിൻ സാനിയൽ മുത്തഹരിക് മിൻ അജ്സാഇൽ ബൈത്ത്, ഇതും ചോദിച്ചതാണ്. തസ്കിൻ സാനിയൽ മുത്തഹരിക്. യെസ്, അൽ ഇൽമാർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. സമയമില്ലാത്തത് കൊണ്ടാണ് പോകുന്നത്. കാരണം എല്ലാവർക്കും മനസ്സിലായും ജസ്റ്റ് ഒന്ന് സൂചന കിട്ടിയിട്ട് അടുത്തതിലോട്ട് പോയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവില്ല. ഇന്ന് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. യെസ്, എ ആണ്, അൽ ഇൽമാർ ആണ്. ഇത് ഞാൻ എന്തായാലും അയക്കും കേട്ടോ, PDF അയക്കും. അടുത്തത് മിൻ തഗയ്യിറാത്തി സിഹാഫിൽ മുസ്ദവിജ്, നമ്മൾ കുറച്ചും പറഞ്ഞു. യെസ്, ബി ആണ്, ഷക്കിലാണ് അല്ലെ? ഷക്കിലാണ്. നമ്മളിപ്പോ അക്കല് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മളിപ്പോ ഷക്കിൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഷക്കില് അതേപോലെ ഒരേപോലെ വരുന്നുണ്ട്. അപ്പോൾ അക്കലാണെന്ന് ആരും ഡൗട്ട് അടിക്കരുത്, ഷക്കിലാണ്. ഖബലും അക്കലും ഏതിന്റെ ഭാഗമാണ്? സിഹാഫുൽ മുൻഫരിദിന്റെ ഭാഗമാണ്, ബസീത്തിന്റെ. അപ്പൊ ഇവിടെ ആൻസർ ഷക്കിലാണ്, ബി. ഓക്കെ. ഉയ്യിന അൽ ഖലീൽ ഇബ്നു അഹ്മദ് ലിശ്ശഅർ, എത്ര ബഹറുകളാണ് ഖലീൽ ഇബ്നു അഹ്മദ് കണ്ടുപിടിച്ചത്? യെസ്. അപ്പോൾ പലരും എന്ത് ചെയ്യും? പെട്ടെന്ന് ബഹർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി 16 എഴുതും പലരും. അപ്പോൾ ഖലീൽ ഇബ്നു അഹ്മദ് ചോദ്യം ഉണ്ടെങ്കിൽ 15 എഴുതാവും. ടോട്ടൽ ബഹറാണ് ചോദിച്ചതെങ്കിൽ മാത്രം 16. അടുത്ത ഹദ്ഫ് സാനി അസാക്കിൻ മിൻ അജ്സാഇൽ ബൈത്ത്, രണ്ടാമത്തെ സുക്കൂൻ കളയുന്നത്. യെസ്, ഖബൻ. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നാണ് അല്ലേ? സോറി. അടുത്ത ഇൽമുൻ യുഅറഫു ബിഹി സ്വഹീഹ ഔസാൻ അശ്ശഅരി വഫാസിദിഹ. യെസ്, ഇൽമുൽ അറൂദാണ്. ഇത് സിമ്പിൾ ആണ്. ചിലതിൽ ഇൽമുൽ കീമിയ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നുമില്ല, അറൂദ് തന്നെയാണ്. അജ്സാ ബഹ്റു ശിഅർ അൽ ഹസ്ജ്, ഹസ്ജിന്റെ ബഹർ ഇതിൽ ഏതാണ്? തഫഈലത്ത് എത്രയാണ്? സി. അപ്പൊ പെട്ടെന്ന് ഹസ്ജ് എന്ന് പറയുമ്പോൾ അലല്ലഹ്സാജ് തസ്ഹീലു മഫായിലുൻ 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 മഫായിലുൻ. കണ്ടോ? 4 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു. ക്ലിയർ അല്ലേ? അപ്പോ ഹസ്ജിൻ്റെത് മഫായിലുൻ 4 പ്രാവശ്യമാണ്. അപ്പൊ ഇവിടെ ചിലപ്പോൾ ഓപ്ഷനിൽ എന്തുണ്ടാവും അറിയോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 4ന് പകരം ചിലപ്പോൾ അവിടെ 8 ഉണ്ടാകും, 6 ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് മഫായിലുൻ എന്ന് കണ്ടത് മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാവും. നമ്മൾ പെട്ടെന്ന് അവിടെ 8 എന്നുള്ളത് കൊടുക്കും, 8 6 എന്നുള്ളത് കൊടുക്കും. പക്ഷേ ഇവിടെ മഫായിലുൻ എപ്പോഴും 4 വരുന്നത്, 4 വരുള്ളൂ. മഫായിലുൻ 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 അങ്ങനെ വരും. പക്ഷെ അതേസമയം ബഹ്ർ വാഫ്രക്ക് 3 തവണ റിപ്പീറ്റ് ആവുന്ന 6 എണ്ണം ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് അലൽ അഹ്സാജ് തസ്ഹീലു മഫായിലുൻ മഫായിലുൻ. ക്ലിയർ അല്ലേ? സലാത്തുള്ള സലാമുള്ള അതിന്റെ ട്യൂൺ തന്നെയാണ്. യെസ്. അടുത്തത് ഇത് ഏത് ബഹ്റാണ്? യെസ്, കാമിലാണ്. എങ്ങനെ പാടി വെക്കാം? കമുലൽ ജമാലി മിനൽ ബുഹൂരിൽ കാമിലു മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലുൻ. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിന് 2 വിധത്തിൽ ചോദ്യം ഉണ്ടാവും. ഒന്ന് മുത്തഫായിലുൻ,
എന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏതിലാണെന്ന് ചോദിക്കും. അപ്പോൾ അത് ഉത്തരം കാമിലാണ്. അതേപോലെ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മുത്തദാറക്കിന്റെ പാടി നോക്കാം. അപ്പൊ മുത്തദാറക്കിന്റെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫാഇലുൻ എന്നാണ് അല്ലെ. അപ്പം വുലിദ ഒരിക്കലും വരില്ല. ഫാഇലുൻ ഫാഇലുൻ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ. അപ്പൊ അതൊരിക്കലും വരില്ല. പിന്നെ ത്വവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫാഇലുൻ. അപ്പോൾ ഫഊ വരോ നോക്കിയേ, ഇല്ല. ഫഊ എന്ന് പറയുമ്പോൾ മൂന്നാമത്തേന് സുക്കൂനാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നോക്കിയേ വുലിദ. അപ്പോൾ അതല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാം. കാമിൽ. അപ്പൊ കാമിലാണ്. അടുത്തത് ഇബാറത്തുൻ അൻ സലാസത്തി ഹർഫിൻ ഫി ഇൽമിൽ അറൂം. 3 അക്ഷരങ്ങളുള്ള ഒരു ജുസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതാണ് ആ ജുസ്? യെസ്, വത്തതാണ്. യെസ്, വത്തതാണ്. അടുത്ത തസ്കീനു സാനി അൽ മുത്തഹരിക് മിൻ അജ്സാഇൽ ബൈത്ത്. ഇത് വീണ്ടും അല്ലല്ല, റിപ്പീറ്റ് അല്ല. യെസ്, അൽ ഇൽമാർ ആണ്. ഇൽമാർ. ഇതും മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൽമാർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇത് ഏതാണ് ബഹർ? സ്ക്രീൻ കണ്ടോ? ലിസാൻ ഫതാ നിസ്ഫൻ വനിസ്ഫു ഫുആദുഹു വലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ഇത് ആരുടെ കവിതയാണെന്ന് അറിയോ? ഈ കവിത ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ആരുടെ കവിതയാണ്? യെസ്, സുഹൈർ ഇബ്നു അബി സൽമയുടെ കവിതയാണ്. അപ്പോ ലിസാൻ ഫതാ നിസ്ഫൻ വനിസ്ഫു ഫുആദുഹു വലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. അടുത്ത കലാമുൻ താമുൻ യതഅല്ലഫ മിൻ അജ്സാൻ വയന്തഹി ബിഖാഫിയത്തിൻ. യെസ്, ആ ലിസാൻ ഫതാ പാടാനാ? യെസ്. ത്വവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫാഇലുൻ ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫു ഫുആദുഹു വലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ഇങ്ങനെ പാടുമ്പോൾ കിട്ടും ഇൻഷാ അല്ലാഹ്. അടുത്തത് കലാമുൻ താമുൻ യതഅല്ലഫ മിൻ അജ്സാൻ വയന്തഹി ബിഖാഫിയത്തിൻ. അത് ഏതായിരുന്നു? എന്തിന് ഉദാഹരണമാണ്? യെസ്, ബൈത്തിന് ഉദാഹരണമാണ്. കലാമുൻ താമുൻ യതഅല്ലഫ മിൻ അജ്സാൻ വയന്തഹി ബിഖാഫിയത്തിൻ. ഈ ബൈത്ത് തന്നെ പല വിധം ഉണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞത്. അടുത്ത ഇത് ഞാൻ 2 പാർട്ടായിട്ട് എഴുതാൻ, അത് സ്പേസ് ഇട്ട് താഴെ ആക്കേണ്ടതായിരുന്നു. ബഹർ കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ. ഇത് റജ്സ് അല്ല, കാമിലാണ്. എങ്ങനെ നോക്കാം? കമുലൽ ജമാലി മിനൽ ബുഹൂരിൽ കാമിലു മുത്തഫാഇലുൻ. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആലിം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കുക. ആലിം, നീ മഹത്വപ്പെടുത്തുക, അങ്ങനെ പറ. അപ്പൊ ആലിം എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഹറക്കത്താണെന്ന്, ഇവിടെ സുക്കൂനാണെന്ന് മനസ്സിലായല്ലോ. 3 ഹറക്കത്തും ഒരു സുക്കൂനുമാണ്. അപ്പോ കാമിലിന് മാത്രമാണ് മുത്തഫാൽ. ഇത് ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ലാത്തതാണ്. കാമിലിന് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഫോം വരുമ്പോ എങ്ങനെ വരുന്നത് കാണിച്ചു തരാം. കാമില് മാത്രമേ വരുള്ളൂ. നമ്മൾ കത്ത് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് കത്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സുക്കൂൻ വീണ്ടും ഇങ്ങനെ വരുള്ളൂ. അപ്പൊ ഇവിടെ ആലിം എന്ന് പറഞ്ഞു. കണ്ടോ? ആലിം ഇങ്ങനെ വന്നാൽ പിന്നെ ഒരു കൺഫ്യൂഷനും വേണ്ട, അത് കാമില് തന്നെ ആയിരിക്കും. അപ്പൊ ഒരിക്കലും അത് തെറ്റിക്കരുത്. അപ്പൊ പലരും തെറ്റിച്ചു, റജിസാണെന്ന് ഇതായി. പക്ഷെ അത് എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇത് 2 പാർട്ടായിട്ട് എഴുതേണ്ടതായിരുന്നു. ആലിം ബിദിക്രി അൻസല റഹ്മാനി അവിടെ കഴിഞ്ഞു. വഹുവൽ കിതാബുൽ മുഅ്ജിസുൽ ഫുർഖാനു. ക്ലിയർ?
യെസ്, കാമിൽ മുത്താണ്. അതെ, മുത്തഫായിലുൻ, അത് അതിൽ മാത്രമേ വരുള്ളൂ, അതിന് മാത്രം അവകാശപ്പെട്ടതാണ്, കാമിലിന് മാത്രം ഉള്ളതാണ് മുത്തഫായിലുൻ. അപ്പൊ ഒരിക്കലും അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ അടുത്ത് എങ്ങനെ വരാം? മുത്തഫായിലുൻ, അതിൽ തുടങ്ങുന്ന ബഹർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് അപ്പോഴേ നമുക്ക് ടൈം കളയാതെ കാമിലാണെന്ന് പറയാം. യെസ്. അടുത്ത അൽ ബൈത്തുല്ലദി ഹുദിഫ ജുസ്ഉ മിൻ അഹദി ശത്രൈഹി ഫിൽ ആഖിർ, ഇത് ഏതാ? യെസ്, മജ്സു. അപ്പൊ നമ്മൾ പറഞ്ഞു ജുസ് എന്നൊരു വാക്ക് കണ്ടാൽ അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം മജ്സു ആണെന്നുള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത് ബലയിലുൻ കമൗജിൽ ബഹരി അർഖാസുദുലഹു അലാ ബി അൻവാഇൽ അലയ്യ ബി അൻവാഇൽ ഹുമുമിൽ യബ്തലി. ഇതാരും തെറ്റിക്കാത്തതാണ്, കാരണം നമുക്ക് അറിയാവുന്ന ആരുടെ തന്നെ ആയതുകൊണ്ട്. യെസ്. ത്വവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫായിലുൻ ഫഊലുൻ മഫായിലുൻ. അപ്പൊ അവിടെ ഫഊലുൻ ഫഊലുൻ, അപ്പൊ ബലയിലുൻ എന്നുള്ളതിൽ ഫഊലുൻ പൂർണ്ണമായിട്ട് വന്നു. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക, ഫഊലുൻ മഫായിലുൻ. ക്ലിയർ അല്ലേ? അടുത്തത് ഹദഫ് സാബിഅ സാക്കിൻ മിൻ അജ്സാഇൽ ബൈത്ത്, ഇത് കുറച്ചു മുമ്പ് പറഞ്ഞാണ്. അതെ, പാടി നോക്കിയിട്ട് കിട്ടുമെന്ന് ആദ്യം നോക്കുക. ഇപ്പൊ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ പാടി നോക്കി കിട്ടുമെന്ന് നോക്കുക. ജസ്റ്റ് ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് വന്നപ്പോൾ ആലിം എന്ന് പറഞ്ഞതിൽ ആ പാടി നോക്കിയ വെച്ച് അത് ചെയ്തതാണ്. അതില് ഒരു ഇതുള്ളത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഹബിന് സംഭവിച്ച രൂപമാണ്. ഹബിന് സംഭവിക്കുക ഓരോ അക്ഷരം കളയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇപ്പൊ നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, അത് നന്നായി ചോദിച്ചത് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായേനെ. അപ്പൊ ഹബിനൊക്കെ സംഭവിക്കും, പക്ഷെ നമുക്ക് പാടി നോക്കുമ്പോൾ തന്നെ കിട്ടിയാൽ പിന്നെ നമുക്ക് കത്ത് ചെയ്ത് അവിടെ സമയം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം മാക്സിമം നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുക, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രം കത്ത് ചെയ്ത് നോക്കിയാൽ മതി, അല്ലാതെ സമയം കൂടുതൽ കളയണ്ട കേട്ടോ. യെസ്. അപ്പോ ഇവിടെ ഹദഫ് സാബിഅ അസ്സാക്കിൻ മിൻ അജ്സാഇൽ ബൈത്ത് ഏതാണ്? യെസ്, അവിടെ മുത്ത എന്നുള്ളതിന് വരെ അവിടെ മുത്ത് ഫാലും, അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അവിടെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരുപാട് ഇത് വരും. ഇപ്പോ ഇത് ഖിഫാ നബിക്ക് തന്നെ അവിടെ തന്നെ ഹൗമലി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലാസ്റ്റ് ഒരു അക്ഷരം കളഞ്ഞതും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതാ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ഈ അക്ഷരത്തെ മാത്രം നോക്കി നമ്മൾ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൂടെ നോക്കുക കേട്ടോ. അതാണ് കത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. യെസ് യെസ്, കഫാണ് കേട്ടോ, കഫാണ് ഏഴാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളയുന്നത്. അടുത്ത അശത്രു സാനി മിനൽ ബൈത്ത്, ശത്രു സാനി മിനൽ ബൈത്ത് ഏതാ? അജിസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജം. ഇതാണ്, ഇത് വേറെ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച ഒരു കാര്യത്തിനൂടി ഉദാഹരണമാണ്. ആർക്ക് പറയാം അത് എന്താന്ന്? ഈ ഒരു ഈ ഒരു ബൈത്ത് വേറൊരു നമ്മൾ പഠിച്ച ഒരു കാര്യത്തിന് ഉദാഹരണമാണ്, കുറച്ചു മുമ്പ് പഠിച്ച മുദവർ. വെരി ഗുഡ്, മുദവർ. ഇപ്പൊ ക്ലിയർ ആയില്ലേ എന്താന്ന്? മുദവർ എന്താ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് പറഞ്ഞു നോക്കുമ്പോ ഓരോന്ന് നോക്കുക, റജിസിൽ പാടി നോക്കുക. അപ്പൊ ബസീത്തിൽ പാടി നോക്കുമ്പോ ഇന്നൽ യെസ്. അപ്പൊ ഇത് ഈ ഒരു വരി തന്നെ വേറെ ചോദ്യം ചോദിക്കും എങ്ങനെയാണ്, ഇത് ആരുടെ കവിതയാണെന്ന് ചോദിക്കും, ആരുടെ കവിതയാണെന്ന് ചോദിക്കും, ഇത് എന്താണ്, എന്തിലെ വരികളെന്ന് ചോദിക്കും. അപ്പൊ ഇമാം ബൂസൂരിയുടെ ബുർദ, ഖസീദ ബുർദയിൽ നിന്നുള്ള ഭാഗമാണ് കേട്ടോ. അപ്പൊ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി.
അപ്പോൾ ബസീത്ത് തന്നെയാണ്, ഒരു സംശയം വേണ്ട, ബസീത്ത് തന്നെയാണ്. മുസ്തഫ്ഇലുൻ ഫായിലുൻ, മുസ്തഫ്ഇലുൻ ഫായിലു. അടുത്ത മിൻ തഗീറാത്തി സിഹാഫിൽ മുൻഫരിദ്. അൽ സിഹാഫിൽ മുൻഫരിദിന് ഒരു ഉദാഹരണം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ പറഞ്ഞു ഖൈലും ഖസ്ലും. അവിടെ ഖൈൽ അല്ല ഖബിലാണല്ലേ വരേണ്ടത്, ഖൈൽ എന്നായിപ്പോയി. അപ്പൊ ഖബില് ഖസ്ല് അതൊന്നും ഇതിലല്ല, ഖബിനാണ് മുൻഫരിദിന് ഉദാഹരണം. വെരി ഗുഡ്. അടുത്തത് ഹദ്ഫു ആഖിറുൽ വത്ദിൽ മജ്മൂ വഇസ്കാനു സാനിഹി മിൻ അജ്സാഇൽ ബൈത്ത്. ഇതിങ്ങനെ ഒറ്റപ്പെട്ടേ ചോദിക്കാറുള്ളൂ ഇത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയത്. യെസ്, ഖത്അ ആണ് കേട്ടോ. അൽ ഖത്അ ആണ് ഹദ്ഫ് ആഖിറുൽ വത്ദിൽ മജ്മൂ വഇസ്കാനു സാനിഹി മിൻ അജ്സാഇൽ ബൈത്ത്. രണ്ടാമത്തേന് സുക്കൂനും കൊടുക്കും, അതേപോലെ വത്ദിലെ അവസാനത്തെ അക്ഷരത്തെ കളയുന്ന ഒരു രീതിയാണ് വത്ദിൽ മജ്മൂഅ. അൽ ഖത്അ. അപ്പൊ ഇതിങ്ങനെ കുറെ ഇത് വരുന്നതാണ്. അത് കൂടുതൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലേ, അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താത്തത്. കാരണം ഇല്ലത്ത് നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ സിഹാഫ് മാത്രമാണ് ചർച്ച ചെയ്തത്. ഇല്ലത്ത് എന്നൊരു പാർട്ട് കൂടി വരുന്നുണ്ട്, ഇല്ലത്ത്. ഇപ്പൊ സിഹാഫിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്, ഇല്ലത്ത് കൂടുതൽ ചോദിച്ചത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്തത് അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ച് ബാക്കിയെല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അതെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു പാർട്ടായിട്ട് ഞാനെങ്കിൽ ആ ഒരു PDF കൂടി തയ്യാറാക്കി ഇടാം കേട്ടോ. കാരണം ഇനി കുറച്ചുകൂടി ഇത് നമ്മൾ ചെയ്ത് ഈ PYQ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, PYQ കംപ്ലീറ്റ് ചെയ്യാം. കാരണം അത് ഒരുപാടുണ്ട്. അതിപ്പോ നമ്മൾ തുടങ്ങിയ സിഹാഫ് പഠിച്ച പോലെ കുറച്ച് ഉള്ളത് കൊണ്ടാണ്. അടുത്ത ദഅൽ അയ്യാമ തഫഅലു മാ തശാഉ വതിബ നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. ഇത് ഏത് ബഹറില? യെസ്, വാഫിറിലാണ്. ഇത് ആരുടെ കവിത എന്നറിയോ? തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യെസ്, ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. ഇമാം ഷാഫിയുടെ ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇഷ്ടപ്പെട്ട ഒരു ബഹറാണ് വാഫിർ. ദഅൽ അയ്യാമ തഫഅലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. ഇത് പറ്റാത്തവർ എന്ത് ചെയ്യാ, നമ്മൾ കത്ത് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പാടാൻ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, കത്ത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. ദഅൽ എന്ന് വരുമ്പോ തന്നെ എന്തായി, ദഅൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തായി, മുഫാ എന്നായി. അയ്യ എന്ന് പറയുമ്പോൾ തന്നെ ദഅൽ അയ്യ, അലിഫും യാനും ചേർത്ത് തന്നെ അല ആയി. അപ്പൊ ഇങ്ങനെ ചേർത്ത് ദഅൽ അയ്യാമ തഫഅലു മാ തശാഉ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ പറഞ്ഞിരുന്നു മുഫാഅലത്തുൻ എന്നുള്ളത് ആർക്ക് മാത്രം ഉള്ളതാണ്? മുഫാഅലത്തുൻ വാഫിറിന് മാത്രമേ ഉള്ളൂ. മുഫാഅലത്തുൻ വാഫിറിന് മാത്രമേ ഉള്ളൂ. അതുപോലെ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു കാമിൽ, മുതഫാഇലുൻ കാമിലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരിക്കലും തെറ്റിപ്പോരുത്, വാഫിർ. അടുത്തത് ആഖിറു ജുസ്ഉ മിൻ അജ്സിൽ ബൈത്ത്. ആഖിറു ജുസ്ഉ മിൻ അജ്സിൽ ബൈത്ത്. യെസ്, ലർബാണ്. ലർബ് തന്നെയാണ്. അപ്പോ സദറുൽ ബൈത്തിന്റെ അവസാനം ഉള്ളത് എന്താ? സദറുൽ ബൈത്തിലെ യെസ് ബി ആണ്, അറൂദാണ് കേട്ടോ. സദറാണ് ചോദിച്ചെങ്കിൽ അറൂദും, ഇവിടെ അജിസ് ചോദിച്ചുകൊണ്ട് ലർബും. വെരി ഗുഡ്. അടുത്ത ഇതേതാ ബഹർ? വാഫിർ അല്ലാന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സി ആണ്. അലല്ലഹ്സാജി തസ്ഹീലു സലാമുൻ ഹാല ബശാതി സലാമൻ ഗാസിലൽ ബർദി. യെസ്, മഫാഇലുൻ
മഫായിലുൻ മഫായിലു. യെസ് യെസ്, ഗാന്ധിജിയെ പറ്റി ഷൗക്കി പറഞ്ഞു അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ പലരും ചോദിച്ചിരുന്നു, കഴിഞ്ഞ ഞാൻ പ്രോസ് എടുത്ത സമയത്ത് ചോദിച്ചിരുന്നു, ഈ ഒരുപാട് കവിതകൾ കൂടി ഉൾക്കൊള്ളിച്ചിരുന്നെങ്കിൽ നന്നാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതില് പ്രധാനപ്പെട്ട കവിതകളാണ് ഉള്ളത്. ഇപ്പോൾ ഷാഫി ഇമാമിന്റെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കവിത നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അതുപോലെ ബൂസൂരി ഇമാമിന്റെ, അതുപോലെ ഇപ്പോ അഹമ്മദ് ഷൗക്കിയുടെ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഹസ്ജാണ്. അടുത്ത റംലിന്റെ തഫ്ഈലത്ത് എങ്ങനെയാ? യെസ്, ഫാഇലാത്തുൻ. യെസ്, ഫാഇലാത്തുൻ സിത്ത മറാത്ത്. ഇതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. നമ്മുടെ ഓപ്ഷനിൽ സിത്ത മറാത്ത് ഉണ്ടാകും, അതോടൊപ്പം ചിലപ്പോ 8 ഉണ്ടാകും, 4 ഉണ്ടാകും. അപ്പൊ നമ്മൾ ഫായിലാത്ത് 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഏതെങ്കിലും ഒന്നിന്റെ ആൻസർ ചെയ്യരുത്, നോക്കുക 6 തന്നെ ഒന്ന് ഉറപ്പിക്കുക. അതുപോലെ മുത്തദാർക്ക് പറഞ്ഞപ്പോ നമ്മൾ എത്രയെന്നാ പറഞ്ഞേ? 6 ആണോ അതോ 4 ആണോ? 4 അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പറയാം. അപ്പോ ഫായിലാത്തുൻ 6 പ്രാവശ്യം ഉള്ളത് റംലാണ്. യെസ്, അപ്പോ ഇതേതാ ബഹർ? റംലാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ളത് വന്നാൽ എന്ത് ചെയ്യുക? നമ്മൾ പാടുന്നൊക്കെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ളത് കത്ത് ചെയ്ത് നോക്കാം. ഇതിൽ എന്തൊക്കെയോ മാറ്റം വന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷ തന്നെ മനസ്സിലായി അല്ലെ, എന്തോ ഒരു വ്യത്യാസം വന്നതായിട്ട്. അപ്പൊ ഒന്ന് നോക്കുമ്പോ തന്നെ വ്യത്യാസം വന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ളത് കത്ത് ചെയ്ത് നോക്കാം. അപ്പോഴും ആദ്യം മനസ്സിലാകും. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. റംല് ആണെങ്കിൽ ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തുന അല്ലെ. അപ്പോ ഇവിടെ പിന്നീട് മുഖത്തലബ് ഫായിലാത്തു ആണ്, ഫായിലാത്തു എന്നാ തുടങ്ങുന്നത്. അതുപോലെ ഹഫീഫും ഫായിലാത്തുൻ എന്നാ തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഫായിലാത്തു യെസ്. ഫായിലാത്തുൻ ഫായിലുൻ ഫായിലാത്തു മദീദാണ്. ഫായിലാത്തുൻ ഫായിലാത്തുൻ ഫായിലാത്തു റംലാണ്. അപ്പൊ ഇതില് ജുസ് ഒരു ഭാഗം നഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമ്മളിങ്ങനെ കത്ത് ചെയ്ത് നോക്കുമ്പോൾ ഫായിലാത്തുൻ കഴിഞ്ഞ് വീണ്ടും ഫായിലാത്തുൻ തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അന്ന് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ റംലാണ് എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഫായിലാത്തിന് ശേഷം നമ്മൾ കത്ത് ചെയ്ത് നോക്കുമ്പോൾ മുസ്തഫിലുൻ എന്ന് വന്നാൽ ഹഫീഫായി മാറും. ഫായിലാത്തു മുഫ്തഇലു എന്ന് വന്നാൽ ഇഖ്തലബ് അഥവാ മുഖത്തലബായി മാറും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത് കത്ത് ചെയ്യാൻ. ഇത് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഇത് നെറ്റിനോ മറ്റോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി. റംല് യെസ്. അവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഫായിലാത്തുൻ ചിലതിൽ അവസാനം എന്ത് ചെയ്യും? നൂന് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. ഇനി ഇത് അദദുൽ അഹ്റഫ് അല്ലത്തി തതഅല്ലഫു മിൻഹാ അജ്സാ അൽ ബുഹൂർ. ആൻസർ പറയാവോ? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ തഫ്ഈലത്തല്ല ചോദിച്ചത്, ഹറക്കത്തുകളാണ്, ഹർഫുകളാണ് ചോദിച്ചത്. യെസ്, ഹർഫാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുന്ന പാടെ തന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് സമാനിയത്ത് നിന്ന് കാണുമ്പോൾ
എന്തൊരു സന്തോഷമായിരിക്കും, പെട്ടെന്ന് നമ്മളത് ആൻസർ ചെയ്യും. പക്ഷേ സാമാന്യത അതതെന്ന് കേൾക്കും, പിന്നീട് പെട്ടെന്ന് നമ്മൾ ബഹറെന്നും കേൾക്കും, നമ്മളെ മനസ്സിൽ എട്ടെന്ന് പെട്ടെന്ന് വരും, അത് അപ്പോഴേ ആൻസർ ചെയ്യും. ഇത് ചോദിച്ച് നമ്മൾ ഓരോ തഫ്ഈലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഫായിലാത്തുൻ, അതേപോലെ ഫായിലുൻ, മുസ്തഫൈലുൻ. അപ്പൊ ഇതാണ് തഫ്ഈലത്തുകൾ. ഈ ഓരോ തഫ്ഈലത്തുകളും രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഓരോ അക്ഷരം കൊണ്ടാണ്. ഇപ്പൊ ഏതുപോലെ ലമഅത്ത്, ലമഅത്ത്, സുയൂഫുന, സുയൂഫുന. അപ്പൊ ഇത് നോക്കിയേ, ലാമ്, മീമ്, ഐന്, താ, സീന്, യാ, വാവ്, ഫാ, നൂന്, അലിഫ്. അപ്പൊ ഇത്രയും അക്ഷരങ്ങൾ 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഈ 10 അക്ഷരങ്ങൾ ചേർന്നാണ് ഓരോ തഫ്ഈലത്തുകൾ രൂപപ്പെടുന്നത്. അപ്പൊ ലമഅത്ത് സുയൂഫുന എന്ന് പറയാം. അങ്ങനെ ഒരു കോഡ് വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം. നമ്മൾ അവിടെ പറഞ്ഞ പോലെ ലം അറ അല ലഹരി ജബലിൻ സമക്കത്ത് എന്ന് പറഞ്ഞ പോലെ ലമഅത്ത് സുയൂഫുന, നമ്മുടെ വാള് തിളങ്ങി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു 10 അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ 10 എന്നുള്ളതാണേ. അത് ലൗ കാന ലിൽ മർഇ ഫിക്റുൻ ഫി അവാഖിബിഹി മാ ശാബ അഖ്ലാഖുഹു ഹിർസുൻ വലാ തമഉ. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ വന്നോ? ക്വസ്റ്റ്യൻ വന്നോ? യെസ്, ബസീത്താണ്. അപ്പോൾ ശരിയാന്ന് പലരും ഇതാക്കി. അപ്പൊ എന്ത് ചെയ്യാ? ബസീത്താണ്, ബസീത്ത്. മുസ്തഫ്ഇലുൻ, ഫായിലുൻ, മുസ്തഫ്ഇലുൻ, ഫായിലു. അങ്ങനെ ഖത്ത് ചെയ്യേണ്ട. ബാറുദി പറഞ്ഞതാ? ബാറുദി പറഞ്ഞതാണെന്ന് പറഞ്ഞതാണ് അല്ലേ? യെസ്. അപ്പോ ഓക്കെ ഓക്കെ. അടുത്തത് ഇസ്ഖാത്തു സബബുൽ ഖഫീഫ് മിൻ അജ്സാഇൽ ബൈത്ത്. സബബുൽ ഖഫീഫ് ഒഴിവാക്കുന്നതിനെ എന്ത് പറയും? ഒരു ഭാഗത്ത് നിന്ന് മാറ്റുന്നതിന് എന്ത് പറയും? യെസ്, ഓപ്ഷൻ ബി ഹദ്ഫ് ആണ്. ഹദ്ഫ്, അത് മാറ്റുന്നതിന്. ഹദ്ഫ് സംഭവിക്കുന്നത് യെസ് എങ്ങനെയാണ്? സബബുൽ ഖഫീഫ് നമ്മുടെ ഇതിൽ നിന്ന് മാറ്റുമ്പോഴാണ്, ഒരു ബൈത്തിൽ നിന്ന് മാറ്റുമ്പോഴാണ്. യെസ്, അത് ആഖിർ ജുസ് മിൻ സ്വദിൽ ബൈത്ത്. നേരത്തെ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. യെസ്, സ്വദിലെ അവസാനത്തെ പാർട്ടാണ് അറൂൽ. നേരത്തെ അതേപോലെ അജിസിലെ അവസാനത്തെ പാർട്ട് ചോദിച്ചിരുന്നു, അത് ലൊർബാണ്. അപ്പൊ എപ്പോഴും ഈ പഠിക്കുന്ന കാര്യം നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. നമ്മൾ ഒരു പേജ് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുമ്പോൾ അതിൽ ഈ പദങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും, പദങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യനിലും ഓപ്ഷനിലെ ഈ പദങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. യെസ്, അത് അർബഅത്ത് മിന ത്വയ്രി തുയൂരി ത്വയ്റു തോഉസുന ദീഖുൻ ഖുറാബുൻ നസ്റു. PDF അയക്കും. أربعة من الطيور طير طاووس ديك غراب نسر. ഇപ്പൊ കിട്ടിയോ ഏതാന്ന്? അല്ല, പലരും ബിയാ പറഞ്ഞത്.
പാടി നോക്കിയ ഒന്നുകൂടി. പലരും ബിയാ പറഞ്ഞേ, ഒന്ന് പാടി നോക്കിയ. അർബഅത്തമീനത്തുയൂരി ത്വയ്റൂ തോഉസുനാദികുൻ ഗുറാബുൻ നസ്റു. അങ്ങനെ. യെസ് യെസ്. അപ്പൊ നിങ്ങളിപ്പോ എല്ലാവർക്കും അറിയാം, അവരവർക്ക് എന്താ ഡൗട്ട് ഉള്ളതെന്ന് ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ആ ഭാഗം ഒന്നുകൂടി നിങ്ങൾ ഒരുപാട് തവണ റെഫർ ചെയ്തിട്ടേ പോവാവൂ. കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ തെറ്റുന്നത് പ്രശ്നമില്ല, പക്ഷെ അവിടെ എക്സാമിൽ തെറ്റിയാൽ നമ്മുടെ റാങ്ക് ഒരുപാട് പിന്നിലേക്ക് പോകും. ഇത് ഇല്ലത്ത് നമ്മൾ പറഞ്ഞു, ഇല്ലത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ലത്ത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല എവിടെയും. ഇല്ലത്ത് കൂടിക്കൊണ്ടും ഒരു എന്താണ് അതിനൊരു ചെറിയൊരു എന്താണ് ബുദ്ധിമുട്ട് സംഭവിക്കും, അതേപോലെ കുറഞ്ഞുകൊണ്ടും സംഭവിക്കും. ഒരു ഇപ്പൊ നമ്മൾ ജുസ് സിഹാഫ് പറഞ്ഞ പോലെ ഒരു ഭാഗമാണ് ഇല്ലത്ത്. അപ്പൊ ഇല്ലത്ത് കുറഞ്ഞുകൊണ്ട്, ഒരു ഭാഗം കുറഞ്ഞുകൊണ്ടുണ്ടാകുന്ന ഇല്ലത്തിനാണ് തശ്അയ്യിസ് എന്ന് പറയുന്നത്. തശ്അയ്യിസ്. അപ്പൊ ഇത് വേണമെങ്കിൽ ഞാൻ നോട്ടായിട്ട് അയച്ചു തരാം, ഈ ഒരു കാര്യം കൂടി. അടുത്തേ, ത്വവീലുൻ നജാദി റഫീഉൽ അമാദി കസീറു റമാദി ഇദാ മാശത്ത. യെസ്, മുത്തഖാരിബാണ് കേട്ടോ. അപ്പോ മുത്തഖാരിബിന്റെ ഇത് പാടി നോക്കുക. അപ്പൊ മുത്തഖാരിബിനാണ് ഫൗലുൻ തുടങ്ങുന്നത് അല്ലെ. തൊവീലിനല്ലാതെ ഫൗലുൻ കൊണ്ട് തുടങ്ങുന്ന ഒന്നേ ഉള്ളൂ, അത് മുത്തഖാരിബാണ്. യെസ്, കിനായ്ക്ക് ഉദാഹരണമായിട്ട് പറയാം അല്ലെ. അപ്പോ തൊവീലുൻ നജാദി റഫീഉൽ അമാദി, തൊവീലുൻ നജാദി റഫീഉൽ അമാദി കസീറുർ റമാദി ഇദാ മാശത. അപ്പൊ ഇങ്ങനെ പറയാം. തൊവീലുൻ നജാദി റഫീഉൽ അമാദി കസീറുർ റമാദി ഇദാ മാശത അനിൽ മുത്തഖാരിബി ഖാലൽ ഖലീൽ ഫഊലുൻ 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 ഫഊൽ. അപ്പൊ ഏകദേശം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കി PDF അയച്ചു തരാം. ഇതിൽ ഏകദേശം കുറച്ച് ഒരുപാട് ബാക്കി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ കീ ഉൾപ്പെടെ അതിൽ കൊടുത്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി അയച്ചു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കണ്ടു പോകാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം കാണിച്ചു പോകാം. പക്ഷെ എങ്കിൽ കഴിയില്ല. അത് ഇപ്പൊ 106ാമത്തെ പേജിലാണുള്ളത്. കാരണം മാക്സിമം ഈ ഒരു 60 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിയത്ത് വെച്ചാണ് ഇത്രയും തയ്യാറാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ എന്ന് കരുതി. ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ PDF കൂടി ഞാൻ ഇതിൽ മെർജ് ചെയ്താണ് ഞാനിപ്പോൾ രണ്ടാമത്തെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടി അയക്കാം ഇൻഷാ അല്ലാഹ്. ടോട്ടൽ 151